മാസ്റ്റർ ഫ്രാഞ്ചൈസികളെ ക്ഷണിക്കുന്നു. ഫോർ രജിസ്ട്രേഷൻ ലോഗ് ഓൺ ടു emasteronline.com. ഹലോ നമസ്കാരം ഫ്ലവർ. അപ്പവും പഞ്ചസാരയും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണല്ലോ. വേണോ? ഓ വേണ്ടാന്നേ, രാവിലെ തന്നെ പത്തനത്തിൽ കൂടുതലൊന്നും ഇപ്പൊ കഴിക്കാൻ പറ്റല്ല. പണ്ടത്തെ പോലെ പോളിംഗ് ഒന്നും പറ്റല്ല. മാജിക് അറിയാമോ? അറിയോന്നോ? എത്രണ്ണം വേണം? ഒരെണ്ണം മതിയോ? ഓക്കെ, എന്നാ പിടിച്ചോ, ഇപ്പൊ തന്നെ പിടിച്ചോ. കണ്ണടക്കി കണ്ണടക്കി കണ്ണു തുറക്കൂ. അപ്പം അപ്രത്യക്ഷമായിരിക്കുന്നു. ഏകരയുണ്ട് എന്റെ മാജിക്. പഞ്ചസാരയും കൂടെ അപ്രത്യക്ഷമാക്കായിരുന്നു. പോയില്ല എന്റെ ദാസപ്പ, ഞാൻ ഉദ്ദേശിച്ച ദാസപ്പന്റെ ഈ പൊട്ട മാജിക് അല്ല, നല്ല റിയൽ സൂപ്പർ മാജിക്കാ. ഓ പിന്നെ ദാസന്റെ മുതുകാട് അങ്കിളിനെ അറിയാമോ? അറിയോന്നോ? നമ്മളൊക്കെ അഭി ദോസ്തല്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അല്ല, മുതുകാട് അങ്കിളിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പൊട്ട മാജിക് ഒന്നും ചെയ്യത്തില്ലായിരുന്നേ. ഇന്നത്തെ മോർണിംഗ് ഷോയില് മുതുകാട് അങ്കിളിന്റെ ഒരു പ്രോഗ്രാമാ. അപ്പൊ അത് ആദ്യം കണ്ടിട്ട് വാ, എന്നിട്ട് എന്റെ മുമ്പിൽ വെച്ച് നല്ലൊരു സൂപ്പർ മാജിക് കാണിക്കാം. ഒത്തിരി വെള്ളം എടുത്തരൂ. അല്ല, മാജിക് ഒക്കെ അറിയാവുന്നില്ലേ? അപ്പൊ വെള്ളം തന്നെ താനെ കൊണ്ടായിക്കോ മാജിക്കിലൂടെ. ഇനി മോർണിംഗ് ഷോയിൽ മുതുകാട് അങ്കിളുടെ പ്രോഗ്രാമാ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ, ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ തോന്നും നിങ്ങൾക്ക് ഞാൻ നിൽക്കുന്നത് സിംഗപ്പൂർ ജുറോങ് ബേർഡ് പാർക്കിലാണ്. പക്ഷെ അവിടെയല്ല, ഞാൻ നിൽക്കുന്നത് ട്രിവാൻഡ്രത്തെ മെറ്റീഷ്യൻ ഗോപിനാഥ് മുതുകാട് സാറിന്റെ മാജിക് പ്ലാനറ്റിലാണ്. അപ്പൊ സാറ് നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട് സാറിന്റെ ഓഫീസിൽ. അപ്പൊ നമുക്ക് സാറിനോട് പോയി കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാം. ഓക്കെ, കമാ. ഹലോ സർ, ഗുഡ് മോർണിംഗ്. നിങ്ങൾ ലേറ്റ് ആയല്ലേ? കുറച്ച് ലേറ്റ് ആയി പോയി സർ. ഞാൻ അതുകൊണ്ട് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ഓക്കേ, അതാണ് ഐ കാൻ സീ ദാറ്റ് യു ആർ ഇൻ വർക്ക്. ഇവിടെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. ഓക്കേ, ഇങ്ങോട്ട് ഇരിക്കാം. ഷുവർ സർ, താങ്ക് യു. ഞാനേ കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ട് രാവിലെ ഇങ്ങോട്ട് പോകുന്നു. ഓൾറൈറ്റ്. നിങ്ങൾ കഴിച്ചോ വല്ലതും? നമ്മളെ കഴിച്ചായിരുന്നു. അതെ, ചായ പറയാം അല്ലേ? ഒരു ചായ പറയാം. ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. സിമി ചായ. ഓക്കെ, താങ്ക് യു. സോ എനിക്ക് ആക്ച്വലി സാറിൻ്റെ അടുത്ത് എല്ലാ കാലവും ചോദിക്കാൻ വേണ്ടി ഞാൻ മനസ്സിൽ വെച്ചിരുന്നൊരു ചോദ്യമുണ്ട്. അതിപ്പോൾ കണ്ടപ്പോഴത്തേക്കും എനിക്ക് അതാണ് ഏറ്റവും ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അപ്പം അതാണ് എനിക്കിപ്പോൾ വേറെ കാര്യം ഒന്നും സാറ് പറയണ്ട, എനിക്ക് വന്നപ്പോൾ തൊട്ട് ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് ചോദിക്കാണ്ട് എനിക്ക് പറ്റില്ല. ലൈക്ക് സാറിന് എന്തായാലും ഓർമ്മ കാണില്ല, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സാറ് ജവഹർ ബാലഭവനിൽ അവിടെ ഒരു കിഡ്സ് ക്യാമ്പ് നടക്കുമ്പോൾ സാറ് ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നു. അപ്പം അന്ന് വന്ന സമയത്ത് സാറ് ഞങ്ങളിലെ കുട്ടികളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ വന്ന് മാജിക് പഠിപ്പിച്ചിടാന്ന് പറഞ്ഞിട്ട് ഞാനായിരുന്നു വന്ന് സാറിന്റെ അടുത്ത് വന്നത്. അപ്പൊ സാർ ഇങ്ങനെ മറ്റേ കോയിൻ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റുന്ന ഒരു മാജിക് പഠിപ്പിച്ചു. സംഭവം അതൊന്നുമല്ല, അന്ന് ഞാൻ സാറിനെ എങ്ങനെ കണ്ടോ, ഇറ്റ് വാസ് ലൈക്ക് ലോങ് ബാക്ക്. ഇന്നും സാർ അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. സോ വാട്ട്സ് ദ മാജിക് ബിഹൈൻഡ് യുവർ സ്കിൻ, യുവർ ചാം ആൻഡ് എവറിത്തിങ്? എല്ലാവരും അതായത് ഇപ്പൊ ഈ പറയുന്ന വാക്കുകളൊക്കെ ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ട് നമ്മൾ ക്ഷീണിക്കുന്നതും നമുക്ക് പ്രായമാവുന്നതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് എത്രമാത്രം നമ്മൾ ചെറുപ്പമാക്കി വെക്കുന്നു, അതിനനുസരിച്ചാണ് കാര്യങ്ങൾ വരുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ ഇത്തരം വാക്കുകൾ കേൾക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എന്തിനാ പറഞ്ഞ ആവശ്യമില്ലാത്ത ടെൻഷൻ എടുക്കുന്നത്, നമുക്ക് ടെൻഷനൊന്നും എടുക്കാറില്ല പൊതുവേ. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഈ സ്പെഷ്യൽ കുട്ടികളുടെ കൂടെയാണ് ജീവിതം. അപ്പോൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചൊക്കെ തിരിച്ചറിയുന്ന സമയത്ത് അവരുടെ കൂടെയുള്ള ലൈഫൊക്കെ ആവുന്ന സമയത്ത് സുഖം. സിമി ചായ വയ്ക്കാം. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഞാൻ കഴിച്ചു, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് വേണ്ട. കഴിച്ചു. അപ്പൊ സാറ് നമ്മുടെ സൗന്ദര്യത്തിന്റെ രഹസ്യത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളിപ്പോ വന്ന് നിന്നത് സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രന്റെ കൂടെ സാറ് നിൽക്കുന്ന കാര്യം. അതെ, അപ്പോ ഇവിടെ 100 കുട്ടികളുണ്ട്, സ്പെഷ്യൽ കുട്ടികളുണ്ട്. അറിയാമെന്ന് വിചാരിക്കുന്നു. ഡിഫറെന്റ് ആർട്ട് സെന്റർ എന്നൊരു സെന്റർ ഉണ്ട് ഇവിടെ, എംപവർ സെന്റർ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഏകദേശം 4 വർഷത്തോളമായി ഈ മാജിക്കിന്റെ ലോകത്ത് നിന്നൊക്കെ വിട്ട് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ അവരുടെ മാതാപിതാക്കളുടെ കൂടെയാണ് എൻ്റെ ലൈഫ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മാജിക് ഇല്ലാത്തൊരു ജീവിതമാണ് അവർക്ക്, അല്ലേ? വളരെ നിഷ്കളങ്കമായ ജീവിതമാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് മക്കളിൽ നിന്നൊക്കെ പതുക്കെ മാറും, അല്ലേ? പണ്ടൊക്കെ ഉള്ളൊരു സ്വപ്നം എന്ന് പറയുന്നത് എത്ര പുതിയ ഷോസ് ചെയ്യാം, എത്ര പുതിയ മാജിക് കണ്ടെത്താം, എത്ര സ്ഥലങ്ങളിൽ പോവാം, എത്ര രാജ്യങ്ങളിൽ പോവാം, എത്ര വേദികളിൽ മാജിക് അവതരിപ്പിക്കും, ഇട്ടത്തടവില്ലാത്ത യാത്രയായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. ഇപ്പോൾ
ഇവരുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് കിട്ടുന്ന നമ്മുടെ ഓരോ എന്താ പറയുക ജീവിതത്തിൻ്റെ യാത്രയിൽ കിട്ടുന്ന ചില അനുഭവങ്ങളുണ്ടല്ലോ, അതെ അത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പലതും പഠിക്കും അല്ലേ. അതെ അതെ അപ്പോൾ ആ പഠനമാണ് ഇപ്പോൾ നടക്കുന്നത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്. ജീവിതത്തിനകത്ത് മാജിക് ഇല്ല എന്നുള്ളതും ജീവിതം ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതും തിരിച്ചറിയുന്ന ചില നിമിഷങ്ങളുണ്ടാവും. അപ്പോൾ ആ തിരിച്ചറിവിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ നൈസ്. സാർ എടുക്കാം, എനിക്ക് അതിലേക്കൊക്കെ കൂടുതൽ വരണം, പക്ഷെ അത് നമുക്ക് ഈ നമ്മുടെ മാജിക് പ്ലാനറ്റ് വിസിറ്റ് ചെയ്തുകൊണ്ടാണ്. അതിനു മുന്നേ ഒരു കാര്യം കൂടെ ചോദിക്കാണ്ട്. കാര്യം തുടക്കത്തിൽ തന്നെ ചോദ്യം ചോദിച്ച സാർ എന്നെ ഗെറ്റ് ഔട്ട് അടിക്കാനുള്ള ചാൻസ് കുറവാണല്ലോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്, സാറിന് മാജിക്കിനോടുള്ള ക്രേസ് അല്ലെങ്കിൽ അതിനോടുള്ള സാറിന് ഇഷ്ടം തുടങ്ങിയതെന്ന് പറയുന്നത് സാറിൻ്റെ അച്ഛൻ സാറിനെ ഉറക്കാൻ നേരത്ത് വാഴക്കുന്നം നമ്പൂതിരി, നമ്മുടെ കേരളയുടെ ഫാദർ ഓഫ് മാജിക് എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രേറ്റ് മജീഷ്യനാണ്, ഒരു ഗ്രേറ്റ് പ്രൊഫസറാണ്. അപ്പം അദ്ദേഹത്തിന്റെ കഥകൾ പറഞ്ഞ് ഉറക്കുന്നത് വഴിയാണ് സാറിന് മാജിക്കിനോട് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പം അതില് ഒരു പെർട്ടിക്കുലർ സ്റ്റോറി വാസ് ലൈക്ക് ടൈൽസിനെ പാമ്പാക്കി മാറ്റുന്ന ഒരു കഥ ഉണ്ട്. അപ്പം ആ കഥ കേട്ടിട്ട് ഏതോ ചൊറിയുന്ന ഏതോ ഒരു കുടുംബത്തിലുള്ള ആർക്കോ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സാറ് മാജിക് പഠിക്കാൻ തുടങ്ങിയത് ഞാൻ പറഞ്ഞാൽ എന്റെ സാർ ഗെറ്റ് ഔട്ട് അടിക്കുമോ? നമ്മൾ ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്യും. ഞാനിതിലൊന്നും ഗെറ്റ് ഔട്ട് പണ്ടൊക്കെ ഗെറ്റ് ഔട്ട് അടിക്കുമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്നുള്ളത്. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എപ്പോഴും നമ്മുടെ സങ്കല്പങ്ങൾ മാറി മാറി വരും. ഞാൻ ആദ്യം മാജിക് പഠിക്കുമ്പോൾ എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഞാൻ 7ാമത്തെ വയസ്സിലാണ് മാജിക് പഠിക്കാൻ തുടങ്ങുന്നത്. അന്നത്തെ എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് സ്കൂളിൽ അടിക്കാൻ വരുന്ന മാഷ് വടിയായിട്ട് വരുന്ന സമയത്ത് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചാൽ വടി കാണാതെയാവും. ഇതൊക്കെയാണ് ഹയറാക്കി മാറ്റുക, ഫ്രണ്ട്സിന് ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കുക, കല്ല് വാരിയിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കുക. പക്ഷെ നമുക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത് ഇതൊന്നും അല്ല മാജിക്. മാജിക് ശാസ്ത്രമാണ്, ശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണ്. അല്ലാതെ വെറുതെ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാലൊന്നും മാജിക് നടക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളുണ്ടാവും അല്ലേ, ആരെങ്കിലും പാമ്പിനെ വിട്ട് കടിപ്പിക്കുക എന്നുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ മാറും. അതൊക്കെ മാറിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു ജീവിതത്തിൻ്റെ ഓരോ യാത്രയിൽ നമ്മൾ പലപ്പോഴും പലതും തിരിച്ചറിയുകയും പലതും കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ലോകത്തേക്ക് പതുക്കെ പതുക്കെ നമ്മൾ വന്ന് ചേരണം. അതാണ്. അപ്പോൾ സാറ് ഞാൻ വന്നപ്പോഴേ ആക്ച്വലി പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് വന്നത്. കാര്യം എൻ്റെ എൻട്രൻസ് തൊട്ടിട്ട് ലൈക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ വേൾഡിലെ മാജിക് തീംഡ് ഫസ്റ്റ് ഒരു പാർക്കാണ് അല്ലേ. ഇതറിയാമോ, ഞാൻ കൂട്ടത്തിൽ ചോദിക്കുക, ഈ അലക്സാണ്ടർ ചക്രവർത്തി ജീവിതം മാറി മറിഞ്ഞ സംഭവം അറിയാമോ? മറ്റേ സ്പൈഡർ വെബ്. അലക്സാണ്ടർ ഇങ്ങനെ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. രാജ്യം വെട്ടിപ്പിടിക്കും, വേറൊരു ചിന്തയില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുവാണ് അരിസ്റ്റോട്ടൽ. അരിസ്റ്റോട്ടൽ അലക്സാണ്ടറിനോട് എപ്പോഴും ഡയോജനിസ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഫിലോസഫറുടെ കഥ പറയും. ഡയോജനിസ് ആണ് ലോകത്ത് ഒരു പക്ഷേ ജീവിച്ച് സംതൃപ്തമായിട്ട് മരിച്ചൊരു മനുഷ്യൻ ഡയോജനിസ്. ഈ കേട്ടിട്ടില്ല, ഇങ്ങനെ പച്ച വെളിച്ചത്തിൽ റാന്തൽ വിളക്കുമായി മുഖത്തിനോട് ഇങ്ങനെ ചേർത്ത് പിടിക്കും. ആളുകൾ ചോദിക്കുക എന്താ അന്വേഷിക്കുന്നു ചോദിക്കുമ്പോൾ പറയും ഇദ്ദേഹം ഞാനൊരു മനുഷ്യനെ അന്വേഷിക്കുകയാണ്, മനുഷ്യനെ അന്വേഷിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ ഒരു ദിവസം ഈ അലക്സാണ്ടർ ഇങ്ങനെ പടയായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ പറയും നിങ്ങൾ അന്വേഷിക്കുന്ന ഡയോജനിസ് പുഴക്കരയിൽ കിടക്കുന്നുണ്ടെന്ന് പറയും. ഈ അലക്സാണ്ടറിനും ഡയോജനിസും സെയിം പ്രായമാണ്. ഈ അലക്സാണ്ടർ ആണെങ്കിൽ ഈ ടെൻഷൻ അടിച്ച് മുഖമൊക്കെ ചുക്കി ചുളിഞ്ഞ് നിൽക്കുക. ഡയോജനിസ് ഉണ്ടല്ലോ അങ്ങനെ എന്താ പറയുക, സൂര്യൻ ഉദിച്ചു വരുന്ന സൗന്ദര്യമാണ്. അപ്പോൾ ഡയോജനിസിൻ്റെ അടുത്ത് നിന്നതിന് ശേഷം അപ്പോൾ ഒരു പട്ടി ഉണ്ടാവും അവിടെ, എപ്പോഴും ഇയാളുടെ കൂടെ ഒരു പട്ടി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അലക്സാണ്ടർ ഡയോജനിസിനോട് ചോദിക്കും നിങ്ങൾ എങ്ങനെ സ്വസ്ഥമായിട്ട് കിടക്കുന്നതെന്ന് ചോദിക്കും. ഇയാൾ ഉറങ്ങിയിട്ട് കുറേ കാലം ഈ അലക്സാണ്ടർ, കാരണം മോഹമാണല്ലോ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഡയോജനിസ് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോണേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയും രാജ്യം വെട്ടിപ്പിടിക്കാൻ. അത് വിട്, എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിക്കുക. മനസ്സിലാവില്ല ഇയാൾക്ക് ലൈഫിന്റെ ഡെസ്റ്റിനേഷൻ. യെസ്, എക്സാക്ട്ലി. അപ്പോൾ ഇയാൾ പറയും ലോകം മുഴുവൻ എൻ്റെ കയ്യിലിട്ട് അമ്മാനമാടണം. ഡയോജനിസ് ചോദിക്കും അതും വിട്, അതിന് ശേഷം. അപ്പോൾ ഇയാൾ പറയും എന്നിട്ട് വേണം എനിക്ക് സ്വസ്ഥമായിട്ട് ഇതുപോലെ ഒന്ന് കിടക്കാൻ പറയും. ഇയാൾ പൊട്ടിച്ചിരിച്ചിട്ട് പറയേണ്ട സുഹൃത്തെ ഇതൊന്നുമില്ലാതെ ഇങ്ങനെ കിടക്കുന്നു ഞാൻ. അപ്പോൾ ഡയോജനസിനോട് ചോദിക്കുന്നുണ്ട് ഒന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് ഉറങ്ങാൻ എത്ര രാത്രിയായി ഞാൻ കൊതിക്കുന്നു. അപ്പോൾ ഡയോജനസ് ആ പട്ടിയോട് പറയുന്നത് മാറി കൊടുക്കാൻ അവിടെ കിടന്നോട്ടെ. ചക്രവർത്തിക്ക് കിടക്കാനാണ് പട്ടി കിടന്ന സ്ഥലം ചൂണ്ടിക്കാണിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യം എന്ന് പറയുന്നത് ഈ അലക്സാണ്ടർ ഇങ്ങനെ മുട്ടുകുത്തിയിരുന്ന് കൈകൂപ്പും. അപ്പോൾ സൂര്യൻ ഉദിച്ചുയരുന്ന സമയത്ത് അതിൻ്റെ വെളിച്ചം തട്ടിയിട്ട് ഡയോജനസിൻ്റെ ശരീരത്തേക്ക് നിഴൽ വീഴുന്നുണ്ടാവും. ഡയോജനസിനോട് ചോദിക്കും ഞാൻ എന്താ താങ്കൾക്ക് തരേണ്ടത്? ഡയോജനസ് പറയും എൻ്റെ സൂര്യനെ മറയ്ക്കാതിരിക്കുക, ഞങ്ങളുടെ സൂര്യനെ മറയ്ക്കാതിരിക്കുക. ഇതാണ് അതിൻ്റെ ഭയങ്കര ഇതാണത്. അതായത് സൂര്യനെ മറച്ചുകൊണ്ടാണ്, നിഴൽ വീഴ്ത്തിക്കൊണ്ടാണ് അധികാരങ്ങൾ പിടിച്ചടക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെയാണ് അലക്സാണ്ടർ തകർന്ന് ഫ്ലാറ്റായി പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിലെ ചില തിരിച്ചറിവുകൾ, ചില വാക്കുകൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാസർഗോഡ് ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് 18 വയസ്സുള്ള ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയുടെ അമ്മ, ആ അമ്മ പറഞ്ഞ വാക്കുകളാണ്. ആ അമ്മയുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണുനീർത്തുള്ളികളാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം. ആ അമ്മ പറഞ്ഞ പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. അത് കേട്ടപ്പോഴാണ് മാജിക്കൊന്നും അല്ല എന്ന് മനസ്സിലായത്.
ഇങ്ങനെയാണ് ഇപ്പോൾ കുട്ടികളുടെ കൂടെ ജീവിക്കുന്നത്. ദാറ്റ്സ് എ ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ്. എനിക്കപ്പോ ശരിക്കും സാർ കൂടുതലായിട്ട് നമുക്ക് മാജിക് പ്ലാനറ്റിലേക്ക് നമുക്ക് അങ്ങോട്ട് പോകാം. മാജിക് നമ്മുടെ പ്ലാനറ്റ് മക്കളുടെ അതെ, അടുത്തേക്ക് പോകാം. ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. ഞാനിവിടെ വന്നപ്പോഴേ പലയിടത്തും പല 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 പേരുകൾ കണ്ടു. അതിൽ എന്നെ ഭയങ്കരമായിട്ട് ഒരു ക്യാച്ച് ചെയ്തൊരു പേരാണ് ഈ വിമുക്തി വീതി. എന്താണ് ശരിക്കും സംഭവം സർ? എന്തായിരിക്കും വിമുക്തി വീതി? മേ ബി എന്തെങ്കിലും അഡിക്ഷനിൽ നിന്ന് അത്രേ ഉള്ളൂ. ഓക്കെ. മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ, അതിൽ നിന്ന് ആളുകൾ അതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധന രീതിയാണിത്. ഓക്കെ. ഇതിനകത്തുള്ള മെസ്സേജസുകൾ കംപ്ലീറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഡ്രഗ്സിനെതിരെയുള്ള അവയർനെസ് ആണ് കൊടുക്കുന്നത്. ഈ ഒരു വീഥിയിലൂടെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളൊക്കെ ഇത് വായിക്കും. ഇത് മാജിക് പ്ലാനറ്റിലാണുള്ളത്. ഈ മാജിക് പ്ലാനറ്റിലുള്ള എല്ലാ സെന്ററിനും എന്തെങ്കിലും ഒരു തീമുണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്. വെറുതെ ഒരു എന്റർടൈൻമെന്റ് അല്ല, ഒരു മാജിക് വിത്ത് എ മിഷൻ എന്ന് പറയില്ലേ, മാജിക് വിത്ത് എ വിഷൻ എന്ന് പറയില്ലേ, അതാണ്. യൂഷ്വലി സാറിന്റെ മാജിക് ഫ്രം ദി വെരി ബിഗിനിങ് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ സാർ എപ്പോഴും എന്തെങ്കിലും ഒരു മെസ്സേജ് അതിന്റെ കൂട്ടത്തിൽ കൺവേ ചെയ്യാൻ നോക്കും. അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളൊരു ലേഖനം വായിക്കുന്നതിനേക്കാൾ, ഒരു പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ മാജിക്കിലൂടെ ഇത്തരം ഒരു കാര്യം പറയുമ്പോഴേ അതിനകത്ത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും. കാരണം ആ അത്ഭുതം കാണാനുള്ള ഒരു ആങ്സൈറ്റിയോട് കൂടി ഇരിക്കുന്ന സമയത്ത് ഈ ഗുപ്തൻ നായർ സാർ കൊണ്ട് പറയുന്നുണ്ട്, അത്ഭുതമാണ് എല്ലാ രസങ്ങളുടെയും ഉത്ഭവസ്ഥാനം എന്നൊരു ഭാരതീയ സിദ്ധാന്തമുണ്ട്. അത്ഭുതം കാണുമ്പോൾ നമുക്ക് ചിത്തവിസ്താരം ഉണ്ടാകുന്നു, ചിത്തം വിസ്തൃതമാകുമ്പോൾ കുഞ്ഞുങ്ങളെ പോലെയാകും. അപ്പോൾ അത്ഭുതം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ചിത്തം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് വിസ്തൃതമാവും. അതിനകത്തേക്ക് പെട്ടെന്ന് കാര്യങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്തരം മെസ്സേജുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇവിടെ ദി ഗ്രേറ്റ് ഇന്ത്യൻ റോപ്പ് മാജിക് ഷോട്ട് മാസ്മ അങ്ങനെ കുറെ ഒരു പപ്പറ്റ് ഷോയുടെ പോലെയൊക്കെ ഒരു സംഭവമാണോ എന്ന് എനിക്ക് തോന്നുന്നു. ആണോ? ഞാൻ പറയാം. മസ്മ എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തെരുവുജാല വിദ്യക്കാർ കൂടി നിൽക്കുന്ന സ്ഥലത്തിനെയാണ് മസ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇന്ത്യൻ റോപ്പ് ട്രിക്ക് എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ഏറ്റവും പരമ്പരാഗതമായിട്ടുള്ള ജാലവിദ്യയാണ്. ചൈനീസ് സഞ്ചാരി ഇബ്നു ബത്തൂത്ത ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് കണ്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു മാജിക്കാണ് ഇന്ത്യൻ റോപ്പ് ട്രിക്ക്. ഒരു തുറന്ന ഗ്രൗണ്ടിൽ ഒരു ഒരു കയറുണ്ടാവും. ഒരു പാമ്പാട്ടി വന്നതിന് ശേഷം ഈ മകുടി ഊതുന്ന സമയത്ത് ഈ കയറ് പതുക്കെ എണീറ്റ് വരും. വന്നാൽ ഒരു സ്റ്റിഫായിട്ട് നിൽക്കും. അതിലൂടെ ഒരു കുട്ടി പിടിച്ച് കയറും. ഈ കുട്ടി അന്തരീക്ഷത്തിലേക്ക് അപ്രത്യക്ഷനാവും. അതിനുശേഷം വാളെടുത്ത് വീശുന്ന സമയത്ത് ഈ കുട്ടിയുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ താഴേക്ക് വീഴും. അതൊരു കൊട്ടയ്ക്കകത്താക്കും. അതിനകത്ത് പുനരുജ്ജീവിക്കും. ഇതാണ് ഇന്ത്യൻ റോപ്പ് ട്രിക്ക്. ഇത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഭയങ്കര പോപ്പുലറാണ്. നമ്മൾ ഈ മാജിക് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇവിടെ തെരുവുജാല വിദ്യക്കാർ വന്നതിന് ശേഷം എല്ലാ ദിവസവും ഈ മാജിക് പ്ലാനറ്റിന്റെ വൈൻഡപ്പിന്റെ സമയത്ത് ആ ഇന്ത്യൻ റോപ്പ് ട്രിക്ക് ഇവിടെ അരങ്ങേറും. അപ്പോൾ ആ തെരുവുമാന്ത്രികൻ വരുന്ന ഹോളാണ്. ആ കുടിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷമാണ് ആ മാജിക് പ്രസന്റ് ചെയ്യുന്നത്. തിയേറ്ററിക്കൽ എൻട്രൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ? ഓക്കെ സർ, അതിൽ ഫ്രം വാട്ട് ഐ അണ്ടർസ്റ്റുഡ്, ഞാൻ വായിച്ചു നോക്കി മനസ്സിലായത് ഓൾമോസ്റ്റ് 200ഓളം സ്ട്രീറ്റ് മജീഷ്യൻസിനെ ഇവിടെ റീഹാബ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു പെർമനന്റ് പ്ലാറ്റ്ഫോം പോലെ. അപ്പം അതിൽ മാത്രമല്ല ഈ മജീഷ്യൻസ് മാത്രമല്ല, സർക്കസ് ആർട്ടിസ്റ്റുകൾ, നമ്മുടെ എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പലതരം ഫോക്ക് ആർട്സും എല്ലാം ഇവിടെ നമ്മൾ അവർക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുകയാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് കൂടുതൽ. മാജിക് പ്ലാനറ്റ് തുടങ്ങാനുള്ള 2014 തുടങ്ങാനുള്ള കാരണം നേരത്തെ പറഞ്ഞില്ലേ, ഭാരതയാത്രകൾ. ആ ഭാരതയാത്രകൾ നടത്തുന്ന സമയത്ത് ഡൽഹിയിലുള്ളൊരു കലാകാർ കോളനിയിൽ പോയി. കലാകാർ കോളനി എന്ന് പറയുന്നത് ഒരു 6000ഓളം കലാകാരന്മാർ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. അതിനകത്തൊരു 300ഓളം തെരുവുജാല വിദ്യക്കാരുണ്ട്. അതൊരു വല്ലാത്ത ലോകമാണ്. കാരണം വീടിൻ്റെ മുന്നിലൂടെ ഓടയിലൂടെ കുത്തിയൊഴിച്ചുകൊണ്ടിരിക്കുന്ന മലിനജലം, അതിനകത്ത് ഒരു ഒറ്റ മുറിക്കകത്ത് താമസിക്കുന്ന അമ്മയും മക്കളും ഭാര്യയും എല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കുന്ന ഒരു അന്തരീക്ഷം. ഭയങ്കര ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. പക്ഷേ ഇവർ തലമുറകളായിട്ട് പഠിച്ചു വെച്ച മാജിക് അല്ലാതെ ഇവർക്കൊന്നും അറിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് ഒരു സ്ട്രീറ്റിൽ കയറിയിട്ട് മാജിക് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പോലീസുകാർ അവിടെ നാട്ടി ഓടിക്കും. അപ്പോൾ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അന്വേഷിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോഴാണ് അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങാൻ തോന്നിയത്. ഈ മാജിക് പ്ലാനറ്റിനകത്ത് ഒരുപാട് സ്ട്രീറ്റ് പെർഫോമേഴ്സ് ഉണ്ട്. അവർക്കൊരു പുനരുജ്ജീവനം, അതാണ് അവർക്കൊരു ജീവിതം കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവരെല്ലാം താമസിക്കുന്ന ആർട്ടിസ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞൊരു വില്ലേജ് ഇവിടെ തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു 30 സെന്റ് സ്ഥലം എഴുതി കൊടുത്ത് വെച്ച് കൊടുത്ത വീടാണ്. അവിടെയാണ് അവർ താമസിക്കുന്നത്. അത് അങ്ങനെ അവർ ഇവിടെ വന്ന് പെർഫോം ചെയ്യും. അവർക്ക് അതിനകത്തുനിന്നൊരു വരുമാനം ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം അവരുടെയിലുള്ള മാജിക് അത് അവരുടെ അടുത്തടുത്ത തലമുറകൾക്ക് അത് പാസ് ഓൺ ചെയ്ത് തന്നെ ഇപ്പോഴും ആ ഒരു രീതിയിൽ തന്നെ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അതൊന്നും നടക്കില്ല. കാരണം എല്ലാം തകർന്നു പോയി. ഇപ്പോൾ ഇവിടെ അതെ, ഞങ്ങളെല്ലാം തകർന്നു പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് പ്ലാനറ്റ് ഒരു 1.5 വർഷമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. ഇവിടുത്തെ കലാകാരന്മാരും കലാകാരികളൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇപ്പോൾ ഈ കുട്ടികളുടെ കാര്യം തന്നെ ഞങ്ങൾ എല്ലാ മാസവും ആ കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. അവരുടെ മാതാപിതാക്കളുടെയും കുട്ടികളെയും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എനിക്കും ഒരു ഇൻകം ഒന്നുമില്ല.
ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഷോ നടത്തിയിട്ട് ഏകദേശം 1.5 വർഷത്തിലധികമായി ഞാൻ ഷോ ചെയ്തിട്ട്. ഇനിയിപ്പോൾ മാജിക്കൊക്കെ നടക്കുമെന്ന് പറഞ്ഞിട്ട് കൈയൊന്നും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. കാരണം ആദ്യത്തെ ഒരു 2-3 മാസമൊക്കെ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തു. കാരണം അപ്പോഴൊക്കെ പ്രതീക്ഷ ഒരു 3 മാസം കഴിഞ്ഞാൽ തീരുന്നു. പിന്നെ കാഴ്ചക്കാരനില്ലെങ്കിൽ കലാകാരൻ എന്താ കാര്യമുള്ളത്? സ്വാഭാവികമായിട്ട് നമ്മളൊരു കരിവേപ്പില മാതിരിയായി പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ പ്രാക്ടീസിനോടുള്ള താല്പര്യമൊക്കെ പോകും അല്ലേ? അതാണ് കാരണം. കരിവേപ്പില അത് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം നമ്മളൊക്കെ കണ്ടു വളർന്ന് നമ്മുടെയൊക്കെ മനസ്സിലെ ഏറ്റവും വലിയൊരു ഓൾവേസ് ഒരു വിസ്മയത്തിന്റെ രാജകുമാരൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അതൊക്കെ പറയാം, ഇന്നും അങ്ങനെ തന്നെ. അതൊക്കെ പറയാം, പക്ഷേ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കിടക്കുന്ന സമയത്ത് അത് അങ്ങനെയാണല്ലോ. യാഥാർത്ഥ്യമാണ് അല്ലേ? മേ ബി നമുക്ക് ഇനി അങ്ങടേക്ക് ബാക്കി സ്ഥലങ്ങളിലേക്ക് ഒന്ന് പോയാലോ സർ? അപ്പോൾ ഞാൻ സാറിന്റെ ഈ മാജിക്കിന്റെ കാര്യങ്ങൾ, സാറ് മാജിക് ആർട്ടിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ വേറൊരു കാര്യം ഞാൻ ഇടയ്ക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് സാറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഴക്കുന്ന് നമ്പൂതിരി സാറിന്റെ അടുത്തായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് സാറ് NSS കോളേജിൽ പോയി, അത് കഴിഞ്ഞിട്ട് ലോ കോളേജിൽ പോയി, അവിടെ നിന്ന് ഒരു ബ്രേക്കപ്പ് പാർട്ടൊക്കെ നടത്തി. എല്ലാം അറിയാം. അതെ, ഫുൾ ഹോംവർക്ക് എടുത്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ സാർ അങ്ങനെ ഒരു വീട്ടിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാലഞ്ചിങ് ആയിട്ട് എടുത്തിട്ടാണ് സാർ ഈ മാജിക് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലേക്ക് വന്നത്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ? ലൈക്ക് ഞാൻ എടുത്ത തീരുമാനം കറക്റ്റ് ആയിരുന്നു? കാര്യം സാർ എന്ന് പറയുന്ന ഒരാളെ 8000-ൽ കൂടുതൽ സ്റ്റേജുകൾ എബ്രോഡായാലും ഇന്ത്യക്കുള്ളിലായാലും ചെയ്തു. ഇപ്പോൾ ഒരുപാടധികം മനുഷ്യർക്ക് ഒരു പുതിയ ജീവൻ കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്കൊരു പുതിയ പ്രതീക്ഷ കൊടുക്കുന്ന ഒരാളെ സാർ മാറിയിരിക്കുകയാണ്. ചിലപ്പോൾ സാർ ഒരു വക്കീലായിരുന്നെങ്കിൽ ചെയ്തേനെ, ക്രിമിനൽ ആയവരെയും ക്രിമിനൽ അല്ലാത്തവരായവരെയും ഒക്കെ രക്ഷിച്ച് സാർ നിന്നേനായിരുന്നു. പക്ഷെ ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ആക്ട് ആണ് അല്ലേ? അപ്പോൾ ഹൗ ഡു യു ഫീൽ നൗ? ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. അതെ, ഇപ്പൊ ഈ നിമിഷം മരിച്ചു വീഴുകയാണെങ്കിലും സംതൃപ്തനാണ്. ചിരിച്ചുകൊണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു സന്തോഷം എന്ന് പറയുന്നത് നടന്ന വഴികളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വഴികളായിരുന്നു. കാരണം ഞാൻ മാജിക്കിന്റെ രംഗത്തേക്ക് വരുന്ന സമയത്ത് വെറും തെരുവിലായിരുന്നു മാജിക്, പാമ്പാട്ടികളായിരുന്നു മാജിക് കാണിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാലത്താണ് മാജിക്കിന്റെ രംഗത്തേക്ക് ഞാൻ വരുന്നത്. സ്വാഭാവികമായിട്ടും എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ അച്ഛൻ LLBക്ക് കൊണ്ടുപോയി ചേർക്കുമ്പോൾ പോലും മാജിക്കിലേക്ക് വരരുത് എന്നാണ് അച്ഛൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഞാൻ അതെല്ലാം കളഞ്ഞ് കുളിച്ച് മാജിക്കിലേക്ക് വന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു, തെരുവിലൂടെ ഒരുപാട് അലഞ്ഞു നടന്നു മാജിക് ഷോസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈവൻ യു നോ ദാറ്റ് ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഞാനൊരു പഴയ ബസ് മേടിച്ച് ഒരു KLM 3037 അതിൻ്റെ നമ്പർ, അതിൻ്റെ അടവടയ്ക്കാൻ പറ്റാതെ ഞാൻ എന്ത് ചെയ്തു, ഒരു അവസ്ഥയിൽ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ നടത്തിയ ഒരാളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ലോകത്തേക്ക് വരുന്നത്. പക്ഷേ ഇന്ന് പൂർണ്ണ സംതൃപ്തനാണ്. ഈവൻ മാജിക് പ്ലാനറ്റ് തുടങ്ങണമെന്നുള്ളൊരു മോഹം വന്ന സമയത്ത് പോലും മലയാറ്റൂർ സാർ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞാനിവിടെ തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം അന്നും ഒരുപാട് കടം ഉണ്ടായിരുന്നു. ഒരു 8 സെന്റ് സ്ഥലം മേടിച്ചു, ഒരു അക്കാഡമി രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ആ അക്കാഡമിയുടെ കീഴിലാണ് ഈ പ്ലാനറ്റ് എല്ലാം ഉള്ളത്. ഇപ്പോൾ ഉള്ള സന്തോഷം, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഫസ്റ്റ് മാജിക് അക്കാഡമി ആയിരുന്നു. മാജിക് അക്കാഡമി ഏഷ്യയിൽ ആദ്യത്തെ ആയിരുന്നു. മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്നത് വേൾഡ്സ് ഫസ്റ്റ് മാജിക് തീം പാർക്കാണത് ലോകത്തിലെ. ഇപ്പോൾ നമ്മുടെ ഈ കുട്ടികളുടെ സെന്ററും. അപ്പോൾ ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള വഴികളാണ്, ഒരു വ്യത്യസ്തമായ വഴികളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ കുട്ടികളെ ആർട്ടിലൂടെ പരിപോഷിപ്പിക്കുന്ന ഒരു സെന്റർ ലോകത്തെവിടെയില്ല. അപ്പോൾ ഇത് വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികൾ പോലും ഈ കുട്ടികളുടെ IQ EQ ലെവലിൽ വന്നിട്ടുള്ള മാറ്റത്തിനെ കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ, യു വോണ്ട് ബിലീവ്, നമ്മുടെ മക്കള് സയൻസിനകത്ത് റിസർച്ച് ചെയ്യുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? ഓട്ടിസം ബാധിച്ച കുട്ടികള് വിദേശത്തുള്ള 2 യൂണിവേഴ്സിറ്റിയിലെ സയന്റിസ്റ്റുകൾ, ഡോക്ടർ ഫിനോഷ് തങ്കം എന്ന് പറയുന്ന ഒരാളും വിൻസെന്റ് പെരേപ്പാടൻ എന്ന് പറയുന്ന ഒരാളും മലയാളികളാണ്. അവര് കോഴ്സ് കൊടുത്ത് ഇവിടെ ഒരു ഡോക്ടർ നിഷ എന്ന് പറഞ്ഞ ഡീച്ചറുണ്ട്, ഡോക്ടറുണ്ട്, സയന്റിസ്റ്റ് ഉണ്ട്. അവരുടെ ഭാഗമായിട്ട് ഈ കുട്ടികളെ കൊണ്ട് സയൻസിൽ ചെയ്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ മക്കളൊരു പ്രബന്ധം അവതരിപ്പിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം വ്യത്യസ്തമായിട്ടുള്ള വഴികളാണ് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. എനിക്കിപ്പോ കാഴ്ചക്കാരായിട്ട് എല്ലാവരുടെ അടുത്ത് ആക്ച്വലി പറയാനുള്ള ഒരു കാര്യമാണ്, ഇപ്പം ആക്ച്വലി കോവിഡ് ഒക്കെ വന്ന സമയത്ത് പലരും വളരെ ഡിപ്രസ്ഡ് ആണ്, പലരും പല വഴികളും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഹാങ് ഓൺ, ഇഷ്ടമുള്ള പാഷന് പിറകെ പോവാ, ഒരു നാൾ സാറിനെ പോലെ അല്ലേ? പാഷൻ അനുസരിച്ച് വേണം. നമ്മളെപ്പോഴും എല്ലാ കുട്ടികളോടും പറയാനുള്ളത്, ഏത് മേഖല തിരഞ്ഞെടുക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട്. അവിടെ നമ്മൾ പണ്ട് ജിബ്രാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല, സമൂഹത്തിൻ്റെ കുട്ടികളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കാം, ചിന്തകൾ നൽകരുത്, അവർക്ക് അവരുടെ ചിന്തകൾ ഉണ്ടാവും. ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന അമ്പുകളാണ് നിങ്ങളുടെ കുട്ടികൾ. ആ കുട്ടികളെ തൊടുത്തുവിടുന്ന വില്ലുകളാകാൻ മാത്രമേ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും യോഗ്യതയുള്ളൂ എന്ന് ജിബ്രാൻ പണ്ട് അൽമുസ്തഫയെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. സാർ, ഇപ്പൊ ഇത് കുട്ടികളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു കാര്യം, കേരള സ്റ്റേറ്റ് സെക്യൂരിറ്റി മിഷന്റേതായിട്ട് സാർ ഒരു അനുയാത്ര എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ കണ്ടക്ട് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എംപവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു, നമുക്ക് അങ്ങടേക്ക് പോകാമോ സാർ? അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
വേറൊരു ഡിഫറെന്റ് സ്ഥലത്തേക്ക് എത്തിയതുപോലെ തന്നെ തോന്നുന്നുണ്ട്. ഇത് ഇന്ത്യൻ ഫോർട്ട് ഡിഫറെന്റ് ആർട്ട് സെന്റർ ആണ്. അതെ, സോ ബ്യൂട്ടിഫുൾ സർ. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ലോഗോ. അതായത് മാന്ത്രികന്റെ കരങ്ങളിൽ ഒരു ഭിന്നശേഷിയുള്ള കുട്ടി, അതാണ് എൻ്റെ ലോഗോ എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ട് സാറായിരുന്നു നമ്മുടെ ഫസ്റ്റ് കേരളായിട്ട് യൂണിസെഫ് ചൈൽഡ് റൈറ്റ് ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓണർ ചെയ്ത ഫസ്റ്റ് സെലിബ്രിറ്റി. അപ്പോൾ സാറ് പറഞ്ഞു 5 വർഷങ്ങൾക്ക് മുന്നെയാണ് ശരിക്കും ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞിൻ്റെ അമ്മയുടെ സംസാരത്തിൽ നിന്ന് സാറിൻ്റെ ജീവിതം മാറി മറിഞ്ഞതെന്ന്. കുട്ടികളാണ് എന്താ പറയുക, നമ്മുടെ സൊസൈറ്റി നന്നാവണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ സമൂഹം നന്നാവണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ലോകം നന്നാവണം എന്നുണ്ടെങ്കിൽ കുട്ടികളാണ് നമുക്കുള്ള എന്താ പറയുക ഒരു മാർഗം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ക്യാച്ച് ദം യങ് എന്ന് പറയില്ലേ, വളരെ കുട്ടിക്കാലത്ത് തന്നെ അവരെ വേണ്ട രീതിയിലേക്ക് നമ്മൾ അത് മോൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾ നന്നായിട്ട് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു ചിന്ത പണ്ട് പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും യൂണിസെഫ് ഒക്കെ എടുത്തത്. അപ്പം അല്ല വേറെ ഇനി സാറിന്റെ നമ്മളിപ്പോ ഈ കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് സാറിന്റെ ഒരു വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ആസ് എൻ ഇന്ത്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അഭിമാനം ഉണ്ടാകാവുന്ന ഒരു മൊമെന്റ് സാർ നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് 1904 ഹാരി ഹുഡിനി എന്നുള്ളൊരു അമേരിക്കൻ എസ്കേപ്പിസ്റ്റ് പെർഫോം ചെയ്ത ഒരു ആക്ടർ. ഓൾമോസ്റ്റ് ഒരു സെഞ്ചുറിക്ക് ശേഷം ആദ്യമായി പെർഫോം ചെയ്ത ഒരാളാണ് സർ അല്ലെ. ഇറ്റ് വാസ് ലൈക്ക് ഐ തിങ്ക് ഇൻ 1995 ഒരു ഫയർ എസ്കേപ്പ് ആക്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ കുഞ്ഞായിരുന്നു അന്ന്. എല്ലാ ന്യൂസ് കവറേജിലും സർ വന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഫയർ ആക്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരത്തെ എല്ലാവർക്കും ഭയങ്കര ഒരു ആകാംക്ഷയോടുകൂടി എല്ലാവരും എക്സൈറ്റ് ചെയ്തായിട്ട് ഐ മീൻ ലൈക്ക് ഭയങ്കര ഇതായിട്ടിരുന്ന് കണ്ടൊരു പെർഫോമൻസ് ആയിരുന്നു. അപ്പം അത്രയും റിസ്കി ആയിട്ടുള്ള ഒരു ആക്ടിലേക്ക് അത് എനിക്ക് തോന്നുന്നു സാർ ഒരു ബുക്ക് വായിച്ചാണ് ഇത് ഇൻസ്പയർഡ് ആയത്. ഹൗഡിനിയുടെ പുസ്തകങ്ങൾ, ഹൗഡിനി കാണിച്ചിരുന്ന എല്ലാ മാജിക്കിന്റെയും എല്ലാ എസ്കേപ്പ് ആക്ടുകളുടെയും രഹസ്യങ്ങൾ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ. അതായത് സീക്രട്സ് ഓഫ് ഹുദിനി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം കാണിച്ച എല്ലാ മാജിക്കിൻ്റെ രഹസ്യമുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈസി അല്ല കാര്യങ്ങൾ. ഞാനൊരു 1 ഇയർ കംപ്ലീറ്റ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ആ ഐറ്റം ചെയ്യുന്നത്. ഇപ്പം നോക്കി ഇവിടെ കാണില്ലേ, കയ്യിൽ കാണുന്ന ഇതൊക്കെ പാടുകളൊക്കെ അതിൻ്റെ ബാക്കി പത്രങ്ങളാണ്. ഇതൊക്കെ ഇപ്പം മാഞ്ഞു പോയി, 25 വർഷമായില്ലേ. അപ്പോൾ ആ ഒരു സംഭവം ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അത് സന്തോഷം എന്താണെന്ന് വെച്ചാൽ ആ എസ്കേപ്പ് ആക്ട് ചെയ്യാൻ സാധിച്ചു അതിനകത്ത്. പിന്നെ അതിനുശേഷം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ചെയ്തു എസ്കേപ്പ് ആക്ടുകൾ. പക്ഷെ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയല്ല. ഇത് കണ്ടോ, ഈ മക്കൾ കണ്ടോ, ഇവരൊക്കെ തായമ്പകയുടെ ആളുകളാണ്. സന്തോഷമാണ് തായമ്പക പഠിപ്പിക്കുന്നത്, പ്രവീണാണ് അവരെ കീബോർഡ് പഠിപ്പിക്കുന്നത്. മക്കളൊന്ന് കൊട്ടാമോ? ആ എല്ലാരും സൂപ്പർ ആയിരുന്നു കേട്ടോ. ഒരു താങ്ക് യു പറഞ്ഞല്ലോ. പക്ഷെ ഇത്രയും ഒരു ഗ്ലിംസ് കിട്ടിയത് വാസ് വെരി എനർജറ്റിക്. അപ്പൊ സാർ എങ്ങനെയാണ് ആക്ച്വലി ഈ ആർട്സും കൂടി ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു അത് ചോദിച്ചപ്പോഴാണ്. സാറിന്റെ ഇൻസ്റ്റാഗ്രാമിൽ സാറിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് അനേകം ആൾക്കാരുണ്ട്, പക്ഷെ സാർ ഒരൊറ്റ ആളെ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. ഇറ്റ്സ് ലൈക്ക് ഡേവിഡ് കോപ്പർഫീൽഡ്. അപ്പം അദ്ദേഹത്തിൽ നിന്നാണ് സാറിന്റെ മാജിക് എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് നമ്മുടെ ഈ കാർഡ് ട്രിക്സ് അതിൽ നിന്നൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ട് സാറിന്റെ മാജിക്കിന്റെ അകത്ത് ഡാൻസ് ഉണ്ടായിരുന്നു, ഡ്രാമ ഉണ്ടായിരുന്നു, മ്യൂസിക് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ഒരു ഫുള്ളി പാക്ഡ് സംഭവമായിരുന്നു. Can we know that journey too, please? അല്ല, മാജിക്കിൽ വന്നതിന് ശേഷം പിന്നെ മാജിക്കിൻ്റെ ഒരു കാഴ്ചപ്പാടിന് ഒരുപാട് വ്യത്യാസം വരുത്താൻ സാധിച്ചു എന്ന് പറയുന്നൊരു ഭാഗ്യമാണ്. മാജിക്കിനകത്ത് ഡാൻസ് ഇൻകോപ്പറേറ്റ് ചെയ്തു, അതുപോലെ തന്നെ പല ആർട്ട് ഫോംസിനെയും കൂടി ചേർത്ത് വെച്ചു. ഇവിടെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ ചെണ്ട അവർ വായിക്കുന്ന സമയത്ത് മാജിക് കാണിച്ചുകൊണ്ട് ചെയ്യും അവർ. അതാണ് ഈ കുട്ടികൾ മാറ്റം വരുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഡേവിഡ് കോപ്പർഫീൽഡ്, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മാന്ത്രികനാണ് ഡേവിഡ് കോപ്പർഫീൽഡ്. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പോവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, മാജിക് പഠിക്കാറുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു പത്രത്തിന് ഇന്റർവ്യൂ തരുന്നത് എനിക്കാണ്. അടിപൊളി. ഞാൻ ഇന്നലെ ഇങ്ങനെ നോക്കുമ്പോയിരുന്നു സാർ ഒറ്റ ആള് മാത്രമേ ഫോളോ ചെയ്തിട്ടുള്ളൂ, അത് ഇദ്ദേഹമാണ്. അപ്പൊ സാർ ഞാൻ വേറെ എവിടെയോ ഒരിടത്ത് വായിച്ചിട്ടുണ്ട്, സാറിന് ഒരു മാജിക് ചെയ്യണം എന്നുള്ളത് സാറിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. എല്ലാവർക്കും എവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം, ലൈക്ക് മൂണിനെ ഇൻവിസിബിൾ ആക്കുക എന്നുള്ള രീതിയിൽ. ക്യാൻ യു എക്സ്പെക്ട് സംതിങ് ലൈക്ക് ദാറ്റ്? കാര്യം അങ്ങനെ ഒരു സാധനം ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എന്നുള്ളൊരു രീതിക്ക്, ഒരു കേരളൈറ്റ് എന്നുള്ളൊരു രീതിക്ക് നമുക്ക് എല്ലാവരോടും എടുത്ത് പറയാവുന്ന ഒരു സംഭവമാണ്. സോ അതിന്റെ ഇത് പ്രോഗ്രസ് എന്തായാലും
it will definitely happen, sir. We pray for that. സ്വപ്നങ്ങൾ കാണുക എന്ന് പറയുന്നത് വിദൂരമായ സ്വപ്നങ്ങളാണല്ലോ കാണേണ്ടത് അല്ലേ? അതെ. അപ്പോൾ സ്വപ്നങ്ങൾ കാണുന്നതൊക്കെ നമ്മൾ നിരന്തരം അതിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെല്ലാം നടക്കും. നടക്കാത്ത ഒരു സ്വപ്നവും ലോകത്തില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ. ആ രീതിയിലേക്ക് നമ്മൾ പുറകെ പോകണമെന്ന് മാത്രം, അതാണ് പ്രശ്നം. ഇതാണ് ബിത്തോവൻ ബംഗ്ലാവ്. ഇവിടെ ഇതിന്റെ ഇനാഗുറേഷൻ ഒരു വലിയ സംഭവം നടന്നു. ഈ 3 പേരായിരുന്നു അത് ഇനാഗുറേറ്റ് ചെയ്തത്. ശ്രീകുമാരൻ തമ്പി സാറ്, ജയചന്ദ്രൻ, ചിത്ര ചേച്ചി. ഇതിനകത്ത് സംഭവം നടന്നത് ഈ മക്കളുടെ പാട്ട് കേട്ടപ്പോൾ ശ്രീകുമാരൻ തമ്പി സാർ ഒരു പേപ്പർ ചോദിച്ചു. പേപ്പറും പിന്നെ ചോദിച്ചു. സാർ അവിടെ വെച്ചിട്ട് വരി എഴുതി. ജയചന്ദ്രൻ അവിടുന്ന് ഒരു ഹാർമോണിയം എടുത്തിട്ട് സംഗീതം മീട്ടി. ചിത്ര ചേച്ചി അവിടെ വെച്ച് പാടി. അങ്ങനെ ഈ വേദിയിൽ വെച്ചൊരു പാട്ട് ഫോം ചെയ്തു. ആകാശം നമ്മുടെ മനസ്സല്ലോ അതിന് അതിരുകളില്ലല്ലോ എന്നുള്ളതായിരുന്നു. ഈ മക്കളെ കുറിച്ചാണ്. അതിന് അതിരുകളില്ല, അവരുടെ മനസ്സിന് അതിരുകളില്ലാത്ത മനസ്സാണ് അവർക്ക്. ഈ മക്കള് പാട്ട് പാടുന്ന കുട്ടികളാ ഉണ്ടോ? അവരൊക്കെ ഇവിടെ ആദ്യം വരുന്ന സമയത്തൊന്നും ഇപ്പൊ നന്നായിട്ട് മീര ടീച്ചറാ പാട്ട് പഠിപ്പിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, സോറി. ഒന്ന് രണ്ട് പേരോട് വെയിറ്റ് ചെയ്യാം. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ നിന്നു. കൂടെ ഉണ്ട് ജിൻ ജോസഫ് ഉണ്ട്, നമ്മുടെ മാനേജറാണ്, കൂടെ ഉണ്ടാവും. അപ്പം എന്തായാലും ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് സാറായിട്ട് ഒരു ലൈഫ് കൊടുക്കാണ്. ലൈഫിനേക്കാൾ കൂടുതൽ ഒരു ഹോപ്പ് കൊടുക്കാണ്. ഹോപ്പ് കൊടുക്കുന്നതാണ് ഏറ്റവും ജീവിതത്തിൽ ബുദ്ധിമുട്ടായ ഒരു കാര്യം. അപ്പം ഇത്രയും ആളുകൾക്ക് മുന്നിൽ പ്രതീക്ഷയും ഇത്രയും ആളുകൾക്ക് മുന്നിൽ കാഴ്ചയും കൊടുക്കുന്ന സാറിന് ഒരുപാട് കാലം ഇതുപോലെ തന്നെ ഇത്രയും ചുറുചുറുക്കോടുകൂടി തന്നെ മുന്നോട്ട് പോകാനുള്ള ഹെൽത്തും ഹാപ്പിനെസ്സും എല്ലാം ദൈവം തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ബെസ്റ്റ് വിഷസ് ടു യു സർ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. അപ്പോൾ നേരത്തെ നമ്മുടെ മുതുകാട് സാർ പറഞ്ഞിരുന്നു നമ്മുടെ കൂടെ ഇനി ബാക്കി നമുക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു ടൂർ കയറാനായിട്ട് നമ്മുടെ കൂടെ മാജിക് പ്ലാനറ്റിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് 2014 ഇതെന്ന് ആരംഭിച്ചോ അന്ന് മുതൽ മാജിക് പ്ലാനറ്റിന്റെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പൊ മാജിക് പ്ലാനറ്റിന്റെ മാനേജറായ തൃശ്ശൂർക്കാരൻ ജിൻ ജോസഫ് ചേട്ടനുണ്ട്. അപ്പൊ ചേട്ടൻ എങ്ങനെയാണ് ശരിക്കും ഇവിടെ വന്ന് ജോയിൻ ചെയ്തത് ഇതിന്റെ സ്റ്റാർട്ടിങ് തൊട്ട്? ഇതിൻ്റെ ബിഗിനിങ്ങിൽ ഞാൻ സാറിനെ ഒരു ദിവസം മീറ്റ് ചെയ്യണ്ടായി ഇവിടെ ഈ കോമ്പൗണ്ടിൽ വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. മാജിക് പ്ലാനറ്റിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു എൻഡിങ് സ്റ്റേജിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സമയമായിരുന്നു. പിന്നെ സാറിനെ പരിചയപ്പെട്ടു. അങ്ങനെ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അതെ. അപ്പോൾ നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് ജലിയോ മഹാൾ അല്ലേ? അതെ. അത് ഡാൻസിന്റെ ഡിഫറെന്റ് ആർട്സ് സെന്ററിന്റെ ഉള്ളിലെ ഒരു ഡാൻസിന്റെ വേദിയാണ്. ഇവിടെയാണ് ഇത്തരം കുട്ടികൾക്ക് നമ്മൾ ഡാൻസ് ഇത് കൊടുക്കുന്നത്, ട്രെയിനിങ് കൊടുക്കുന്നത്. സെയിം ടൈം നമ്മുടെ വിസിറ്റേഴ്സ് വരുന്ന സമയത്ത് അവർ ഈ ഒരു തിയേറ്ററിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ഒരു പബ്ലിക്കിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്നതും ഈ തിയേറ്ററിന്റെ ഉള്ളിലാണ്. തീർച്ചയായിട്ടും വരും. ഇതാണ് ഇവരുടെ ഡാൻസിന്റെ വെന്യൂ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇവർ പെർഫോം ചെയ്യുന്നത്. ലാലി ആണ് ഇവരെ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്നത്. അതുപോലെ ജിബിൻ ആണ് ഇവരെ സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിക്കുന്നത്. രണ്ടുപേരാണ് ഈ ഒരു വെന്യൂവിലുള്ളത് നമുക്ക്. അപ്പൊ ഒരു രക്ഷയില്ലാത്ത സെറ്റ് ആട്ടോ. ഒരു കമലതളത്തിന്റെ സെറ്റിലേക്ക് ചെന്ന് കയറി പോലുണ്ട്. തീർച്ചയായിട്ടും പല ആളുകളും അത് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ ഡിഫറെന്റ് ആർട്സ് സെന്ററിൽ നമുക്ക് 7 കലാ വിഭാഗങ്ങളുണ്ട്. അവിടെയൊക്കെ അതിനോട് ബന്ധപ്പെട്ടുള്ള ആ ഒരു തീമാണ് നമ്മൾ ഓരോ തിയേറ്ററിനും കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട്. നമ്മൾ ഇനിയിപ്പോ ഈ കാണാൻ പോകുന്നത് ഇവരുടെ ആർട്ട് സെക്ഷനാണ്. ഡ്രോയിങ്ങും പെയിന്റിങ്ങും എല്ലാം. ഇതെല്ലാം ഈ കുട്ടികൾ വരയ്ക്കുന്ന ഡ്രോയിങ്സ് ആണ്. ഇതിൽ തന്നെ ഭയങ്കര അസാധ്യമായിട്ടുള്ള കഴിവുള്ള കുട്ടികളുണ്ട്. നമുക്കിത് ആ മോനെ പരിചയപ്പെടാം. മോൻ ആ വരയ്ക്കുന്ന ഒരു രീതി തന്നെ ഡിഫറെൻ്റ് ആണ്. ഇവർ പല ആളുകളും പല രീതിയിലാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ചിലർ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില പോയിന്റ്സുകൾ ഇങ്ങനെ ഇപ്പോൾ ഷാർപ്പ് ചെയ്യുന്നതാണോ, ഷെയ്ഡ് കൊടുക്കുന്നതാണോ, അത് പലരും പല രീതിയിലുള്ള വർക്കുകൾ ചെയ്യുന്നവരുണ്ട്. ഈ കുട്ടികൾക്ക് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവരെ കറക്റ്റ് ചെയ്തതെന്നൊക്കെ സനലാണ്. ഈ കുട്ടികളുടെ മാഷ്. സനലിന് വേറൊരു പ്രത്യേകതയിൽ സനൽ ഹിയറിംഗ് എംപയർഡ് ആണ്. അപ്പോൾ സനലിനെ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അഭിമന്യു വഴിക്കാണ്. അഭിമന്യുവാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ വരയ്ക്കുന്ന കുട്ടികളുടെ പേരാണ് ഇത് രാഹുൽ വരച്ചതാണ്. അങ്ങനെ മിക്ക പടത്തിനും അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഈ പിക്ചേഴ്സ് സെല് ചെയ്യുന്നു തോന്നുന്നു അല്ലേ? താല്പര്യമുള്ളവർക്ക് വാങ്ങാം ഇവിടെ വരുന്ന സമയത്ത്. അതൊക്കെ ഇവർക്ക് തന്നെയാണ് അതിന്റെ എമൗണ്ട്. അതായത് നമ്മൾ ഈ കുട്ടികൾക്ക് തന്നെ, ഈ വരയ്ക്കുന്ന കുട്ടികൾക്കും അവരിലേക്കാണ് അത് പോകുന്നത്. നമ്മൾ അതിലൊന്നും ഇടപെടുന്നില്ല. അപ്പം സനലിന്റെ പടം വരച്ചുതരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പടം വരച്ചു തരുന്ന ആ ഗ്യാപ്പിനിടയ്ക്ക് നമുക്ക് അമ്മമാരുടെ അവിടേക്ക് ഒന്ന് പോയിട്ട് വന്നാലോ? കരിസ്മ
മാജിക്കൽ മൂവ് ഫോർ മദേഴ്സ് അല്ലേ? അതെ അതെ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ അമ്മമാരും അവിടെ നമ്മൾ താഴെ കണ്ട ഡിഫറെന്റ് ആർട്സ് സെന്ററിലെ കുട്ടികളുടെ അമ്മമാരാണ്. ഹലോ. അപ്പോൾ ആ കുട്ടികളെ രാവിലെ കൊണ്ടുവരുന്നത് ഈ അമ്മമാരാണ്. കൊണ്ടുവന്നതിന് ശേഷം ഇവരെല്ലാം ഫ്രീ ടൈം ആയിരുന്നു അവരുടെ. പക്ഷേ മുതുകാട് സാർ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത സ്പെഷ്യൽ ഏരിയയാണ് കരിസ്മ. ഇവിടെ അവർ ചെയ്യുന്നത് ഇതേപോലെ കുടകൾ ഉണ്ടാക്കുന്നു, തുണിസഞ്ചികൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ പേപ്പർ ബാഗ്സ്, അവിടെ കാണുന്ന ആർട്ട് വർക്കുകൾ, ഇതെല്ലാം ഇവർ ഇവിടെ വന്ന് ചെയ്യുന്നതാണ്. കുഞ്ഞുടുപ്പുകളും ഒക്കെ എല്ലാം ഇവർ ചെയ്യുന്നതാണ്. ഈ അമ്മമാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കുട്ടികളെ പോലെ തന്നെ ടാലന്റ് ഉള്ളവരാണ് ഈ അമ്മമാരും. ഈ അമ്മമാർ ചെയ്യുന്ന ഈ വർക്കുകൾ ഇവിടെ പ്ലാനറ്റ് കാണാൻ വരുന്നവർ, ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ കാണാൻ വരുന്ന വിസിറ്റേഴ്സ് ഇവിടെ സന്ദർശിക്കുകയും ഇവർക്ക് ആ സാധനങ്ങൾ വിൽക്കാനുള്ളൊരു അവസരമൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പല കടകളിൽ നിന്ന്, ഇതിപ്പം നമ്മൾ ഉണ്ണി പേപ്പർ ബാഗിൻ്റെ തന്നെ പല വേർഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകൾ പുതിയതായിട്ടുള്ള ചില അമ്മമാർക്ക് ഇവർ സ്വന്തമായിട്ട് ടീച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ന്യൂസ് പേപ്പറിൽ ഉണ്ടാക്കി പഠിക്കും. പിന്നെ അവരത് കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ ഒറിജിനൽ പേപ്പറിൽ അവർ ചെയ്യും. അതേപോലെ കുടകൾ ഉണ്ടാക്കുന്നവർ, തുണിസഞ്ചികൾ ഉണ്ടാക്കുന്നവർ, ഇതെല്ലാം ഇവിടെ സെല് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷം, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. മുമ്പ് കുട്ടികളുടെ കൂടെ തന്നെ ഇപ്പം അമ്മമാരും വളരെ സന്തോഷത്തിലാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും, ജിൻ മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും മുതുകാട് സാറിന്റെ കൂടെ തന്നെ നിന്ന് ഇതുപോലെ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് മാജിക് പ്ലാനറ്റ് എത്തിക്കാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യാണ്. സോ ഓൾ ദി ബെസ്റ്റ് ഓൾ ഓഫ് യു. താങ്ക് യു. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ക്ലീനിങ് പ്രോഡക്ട്സ് ഉണ്ട്, ഹാൻഡ് വാഷ്, അംബ്രലാസ്, അതുപോലെ ഡെക്കറേറ്റീവ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ അമ്മമാർ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതെല്ലാം ഇവിടെ സെയിലിനും അവൈലബിൾ ആണ്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇവിടെയും. ഹലോ സർ. ഇല്ല, പോയില്ല, കണ്ടു തീർന്നിട്ടില്ല, അതാണ് കാര്യം. ഞാൻ അമ്മമാരെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. അതെ അല്ലേ, ഒരു ദിവസം കൊണ്ട് ഒന്നും കണ്ടു തീർക്കാൻ പറ്റുന്നും തോന്നുന്നില്ല. അത്രമാത്രം കാഴ്ചകളുണ്ട് ഇവിടെ. സന്തോഷം സന്തോഷം. സർ, നമുക്കൊരു മോർണിംഗ് ഷോയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഹോൾ ഡേക്ക് നമുക്ക് കിട്ടാവുന്ന എല്ലാവിധ പോസിറ്റിവിറ്റിയും കളക്ട് ചെയ്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ് ഇവിടെ നിന്ന് പോകുന്നത്. മനസ്സും ഫിൽഡ് ആയിട്ടാണ് പോകുന്നത്. കാര്യം ഇതിലും വലിയ ഇൻസ്പിറേഷൻ ആളുകൾക്ക് കിട്ടാൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം ഒരുപാട് ആളുകളുടെ ലൈഫ് ഒരുമിച്ച് ഇങ്ങനെ നമ്മൾ കൈകൊണ്ടെടുത്ത് മോൾഡ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ്സ്. അപ്പോൾ മോർണിംഗ് ഷോ ആയതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാരനെ സംബന്ധിച്ചും അങ്ങനെ ആവട്ടെ. കാരണം നമ്മൾ ഓരോ പ്രഭാതത്തിലും എന്താണ് ആദ്യം സങ്കല്പിക്കുന്നത് മനസ്സിൽ എന്നനുസരിച്ചാണ് ആ ദിവസം അന്ന് രൂപപ്പെടുന്നത്, അല്ലേ, ഹോൾഡ് ചെയ്യപ്പെടുന്നത്. ആദ്യം രാവിലെ എണീക്കുന്ന സമയത്ത് ആകെ ഒരു ഡള്ളാണെങ്കിൽ മൊത്തം അന്ന് ഡള്ളായിരിക്കും, അല്ലേ? അതെ അതെ. ഞാനൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഓരോ ദിവസവും രാവിലെ എണീറ്റതിന് ശേഷം കണ്ണാടിയിലേക്ക് നോക്കിയിട്ട്, കണ്ണാടി എന്ന് പറഞ്ഞപ്പോൾ കണ്ണാടി മുമ്പ് നോക്കിയിട്ട്, നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കണ്ണാടികളുണ്ട് അല്ലേ? ഇതിൽ കാണുന്ന പ്രതിബിംബം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണെന്ന് വിചാരിച്ചുകൊണ്ട്, കോൺഷ്യസ് മൈൻഡ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് പറയുക, ഇന്നത്തെ ദിവസം ഞാൻ തകർക്കും. അടിപൊളി. ഇന്നലത്തെ ദിവസം പോലെയല്ല, ഇന്നത്തെ ദിവസമാണ് ദിവസം. അപ്പൊ ആ ഒരു എനർജി നമുക്ക് കിട്ടുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ആ ദിവസം ധന്യമാവുന്നത് ഞാൻ പറഞ്ഞു. അതെ, അഫർമേഷൻസ് അല്ലേ? അടിപൊളി. അപ്പം ഏതാണ്, നിങ്ങൾക്കും ട്രൈ ചെയ്യാം. ഇന്നു മുതൽ, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ ദിവസവും രാവിലെ എണീറ്റിട്ട് നമ്മൾ എന്താവണമെന്ന് ആഗ്രഹിക്കുന്നു, ഞാൻ അതാണ് എന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് പോവാം, അല്ലേ? നമ്മുടെ പോസ്റ്റ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ കൊടുക്കുന്ന എന്താ പറയുക പോസിറ്റിവിറ്റിയാണ്. സാധാരണ പറയാറുണ്ട്, ഈ ഒരു മനുഷ്യന്റെ മനസ്സിനകത്ത് രണ്ട് ചെന്നായ്ക്കളുണ്ട്, ഒരു ബ്ലാക്കും ഒരു വൈറ്റും. ഓക്കെ. ഈ ബ്ലാക്ക് എന്ന് പറയുന്നതാണ് എപ്പോഴും നമ്മളെ കീഴോട്ട് പിടിച്ചു വലിക്കുന്നത്, നെഗറ്റീവ് തോട്ട്സ്. വൈറ്റ് എന്ന് പറയുന്ന പോസിറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകളാണ് ആ ചെന്നായ്ക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വൈറ്റ് ചെന്നായി തടിച്ചു കൊഴുക്കും, ഈ കറുത്ത ചെന്നായിക്ക് ഭക്ഷണം കിട്ടാതെ സമയം മെലിയും. ഈ വൈറ്റ് ചെന്നായി കഴുത്ത ചെന്നായി തിന്നും, വൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് പോസിറ്റിവിറ്റി. വളരെ വലിയൊരു മെസ്സേജ് വളരെ സിമ്പിളായ ഒരു കഥയിലൂടെ കൺവേ ചെയ്തു. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ, താങ്ക് യു സോ മച്ച്. ഇനിയും ഇതുപോലെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കട്ടെ. ആൻഡ് സാറ് പറഞ്ഞതുപോലെ എല്ലാവരും നിങ്ങളുടെ മനസ്സിൽ ഉള്ള വൈറ്റ് ചെന്നായിക്ക് നല്ല നല്ല ഗുഡ് തോട്ട്സ് മാത്രം കൊടുത്ത് തടിച്ചു കൊഴുപ്പിച്ചു ഉണ്ട പക്രു ആക്കിക്കോ. ഓക്കെ, ബൈ. പൊന്നു, അവിടെ എഴുന്നേറ്റ് ഇവിടെ വന്നിടന്ന് ഉറങ്ങുവാണോ? എണീറ്റ് പോയി കുളിക്കേ, എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. പോയി കുളിക്കാം. എന്താ കഴിക്കാനുള്ള? ഇന്ന് പുട്ട്. അയ്യേ, പുട്ട് എനിക്ക് വേണ്ട, ദിവസം ഇത് തന്നെ. വല്ല വെറൈറ്റി ഉണ്ടോ? വെറൈറ്റി ആയിട്ട് നിനക്ക് എന്താ വേണ്ട കഴിക്കാൻ? എനിക്ക് ചട്ടിച്ചോറുണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. രാവിലെ ചട്ടിച്ചോറ്.
ശരി, ചട്ടിച്ചോറ് ഉണ്ടാക്കാനൊക്കെ എളുപ്പാ. അമ്മയല്ലേ ചട്ടിച്ചോറിന്റെ എപ്പിസോഡ് എടുക്കാൻ പോയത്? പൊന്നു കണ്ടായിരുന്നോ? ആ, പുരുവാജി പൊന്നു കുളിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടെ എപ്പിസോഡ് കാണാൻ അമ്മ അപ്പത്തേക്കും ചട്ടിച്ചോറ് ഉണ്ടാക്കി വെക്കാം കേട്ടോ. കേരളത്തിൽ ചെലവ് കുറഞ്ഞ് രുചിയുള്ള ഭക്ഷണം കിട്ടുന്ന രണ്ട് നഗരങ്ങളാണുള്ളത്. ഒന്ന് കോഴിക്കോടാണ്, അതെൻ്റെ സ്വന്തം നാട്. കോഴിക്കോട്ടുകാരി എന്നുള്ള നിലയിൽ ഞാൻ വളരെയധികം അഹങ്കരിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള പല വെറൈറ്റി വിഭവങ്ങൾ കിട്ടുമെന്നുള്ളതാണ്. രണ്ടാമത്തെ നഗരം ട്രിവാൻഡ്രമാണ്. ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് KH ഹോട്ടലിലേക്ക്, കേരള ഹോട്ടലിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല രുചിയിലുള്ള ഡിഫറെൻറ്റ് വെറൈറ്റി ഐറ്റംസ് അവിടെ കിട്ടും എന്നുള്ളതാണ്. അവിടുത്തെ മനോജേട്ടനെ വിളിച്ചിട്ടാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോകാൻ പോകുന്നത്. ആൻഡ് അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് കാണാം. ഇനി മുതൽ നമ്മുടെ സുപ്രഭാതത്തിൽ പല വെറൈറ്റി ഡിഷസാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ടേസ്റ്റ് മാത്രമല്ല, വേറെ കാര്യങ്ങളുണ്ട്. ഇതൊരു തുടക്കം മാത്രം. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഞാനിപ്പോൾ ട്രിവാൻഡ്രം കേരള ഹോട്ടലിലാണുള്ളത്. ഇന്ന് മേരി ചേച്ചി ഇല്ലാത്ത കാരണം ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ചട്ടിച്ചോറാണ്. അപ്പോൾ ഇതെനിക്ക് കൊണ്ടുപോകാനുള്ള പാഴ്സലാണ് കേട്ടോ. എങ്ങനെയാണ് ചട്ടിച്ചോറ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. മനോജേട്ടൻ എന്തായാലും ഇവിടെ ഉണ്ട്. മനോജേട്ടാ, അപ്പോൾ അതെ, നമ്മൾ ചട്ടിച്ചോറ് കഴിച്ചു നോക്കാൻ പോവാണ്. നേരത്തെ നമ്മൾ മുന്നത്തെ ഒരു എപ്പിസോഡിൽ നിധി പൊറോട്ട കണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞതേ ഹോം ഡെലിവറി ഇതുപോലെ നല്ല ഭംഗിയിലാണ് വരിക. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. മനോജേട്ടാ, മനോജേട്ടൻ ഇപ്പം നമ്മളുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ്. എപ്പോൾ വരും വീട്ടിലേക്ക്? ഓക്കെ, അപ്പോൾ വരുമ്പോൾ ചുമ്മാ വന്നാൽ പോരാ, കഴിക്കാത്ത കുറച്ച് വെറൈറ്റി ഐറ്റംസ് കൂടെ കൊണ്ടുവരണം. തുറക്കുവാണേ ഞാൻ. ഇല്ല, ഇതിനെ കറി വയ്ക്കാനാണോ? ഇതാണ് നമ്മുടെ കേരള ഹോട്ടലിലെ ചട്ടിച്ചോറ്. ചട്ടിച്ചോറ് നോക്കിയോ, ഇതില് അവിയലുണ്ട്, തോരനുണ്ട്, ചമ്മന്തിയുണ്ട്, മുട്ടയുണ്ട്, മീനുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, കണവത്തോരനുണ്ട്, അച്ചാറുണ്ട്, പിന്നെ മീൻ കറിയുണ്ട്, പുളിശ്ശേരിയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കഴിക്കാം. കഴിച്ചു നോക്കാം. അത് മുട്ട എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആണ്. കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേ എടുത്തു പിടിക്കും. ശരി, ചേട്ടൻ എപ്പോഴും ഇങ്ങനെയാ. എന്നെ കൂടെ നിന്നിട്ട് ചേട്ടനെ പറ്റിക്കും കേട്ടോ. മീൻ വറുത്തത്, ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, പിന്നെ മുളക്. ഇതിന്റെ ഗുഡൻസ് അറിയാമോ? എന്താ? തൈര് മുളകിന്റെ. എന്താ? ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കടിക്കണം. ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടി. എരിവ് കൂടും, അതനുസരിച്ച് നമ്മൾ ചോറ് സ്പീഡ് കൂടും. കൂടുതൽ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 മുളകും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എല്ലാത്തിനും ഒരു കഥയുണ്ട്. പിന്നെ മനോജേട്ടൻ്റെ കയ്യിൽ അത് വന്നിട്ട് കണവ. ഞാൻ അറ്റത്തുനിന്ന് കഴിച്ചു തുടങ്ങി. ഇത് അവിയൽ, ഇത് തോരൻ, ഇത് അച്ചാർ. ഐറ്റംസ് എല്ലാം നമ്മൾ നിരത്തി ഇലയിൽ. ഇവിടെ എപ്പോൾ വന്നാലും ഇങ്ങനെ ഇലയിലാട്ടോ ഭക്ഷണം തരുന്നത്. ചോറ് മാത്രമല്ല, എല്ലാ ഐറ്റംസും ഇങ്ങനെ ഇലയിലാണ്. ഞാൻ ഒരു അറ്റത്തുനിന്ന് കഴിക്കട്ടെ. ആദ്യം നമുക്ക് അവിയൽ ട്രൈ ചെയ്യാം. ഈ അറ്റത്തുനിന്ന് കഴിച്ചു, ഞാൻ ഈ അറ്റത്തുനിന്ന് കഴിക്കാവേ. ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കൊണ്ട് ഇത്ര വലിയ ആദ്യം തന്നെ ഇത് കടിക്കണോ? അപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ആദ്യമേ തന്നെ ഞാൻ കടിച്ചു നോക്കിയോ? ഇത് കടിച്ചു കഴിഞ്ഞാൽ താനെ ഊട്ടി തുടങ്ങും കേട്ടോ. ശരിയാ. എന്റെ മാതാവേ, ചമ്മന്തി ചമ്മന്തി എന്തൊക്കെയാ? ചെറിയ ഉള്ളി, മാങ്ങ, പിന്നെ ഈ ഉണ്ട മുളക് അറിയാവോ? കർണപ്പട്ടി മുളക് പറയും. അങ്ങനെ മുളകുണ്ടോ? അങ്ങനെ കഴിച്ചാൽ നല്ല എരിവുള്ള സാധനം. അതിന് എരിവാണോ? ഇപ്പം ആദ്യം ഈ എരിവ് മാറട്ടെ, അടുത്ത എരിവ് കഴിക്കാവേ. നല്ല എരിവ് കേട്ടോ. അതിനായിട്ട് ചുമ്മാ പറഞ്ഞല്ല, എരിവ് കാരണം നമ്മൾ കൂടുതൽ കഴിക്കും. പ്രശ്നമുണ്ട്. ഇത് ഒരു ചട്ടിച്ചോറ് 2 പേര് കഴിക്കാം. ശരിയാ, അതെ. ഇതിനകത്ത് ഇനി ചോറുണ്ട്. ഒരു കുട്ടിയുടെ ഉണ്ടെങ്കിൽ അതിന് കഴിക്കാം. അപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു ചട്ടിച്ചോറ് മേടിച്ചാൽ മതി. എല്ലാവർക്കും ലാവശ്യമായിട്ട് വീണ്ടും ചട്ടി ഫ്രീ ആണ്. ഞാൻ അതിങ്ങനെ ചോദിക്കണം വിചാരിച്ചു ചേട്ടാ, ആരാ ഈ ചട്ടികളൊക്കെ തരുന്നത്? മേടിക്കുക. ചേട്ടനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് ഇങ്ങനെ ചട്ടി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ.
ഇത് പഴയ കുടിൽ വ്യവസായമാണ്, മൺചട്ടി. അത് എല്ലാവരും മറന്നിരിക്കുന്നു, നമ്മൾ തിരിച്ചുകൊണ്ടുവരാണ്. ഇത് ഓരോ വീടുകളിലും ഒരു 6 മാസം ആകുമ്പോൾ കേരളത്തിലെ എല്ലാ വീടുകളിലും ചട്ടിയും കലവും. കലം വന്നിട്ട് നമ്മളെ കലം ബിരിയാണി കലത്തിലും ഉണ്ട്, അതും ഫ്രീ അല്ലേ? കലം ഫ്രീ, എല്ലാം ഫ്രീ. എത്ര ചട്ടി ഉണ്ടാവും ഒരു ദിവസം? കാശില്ലാത്തവർക്ക് ഭക്ഷണം ഫ്രീ ആണ്. ചേട്ടൻ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്, നമ്മൾ കാണുന്നതല്ല, ഫുഡ് മാത്രമല്ല. ചേട്ടാ ഈ കോവിഡിന്റെ സമയത്തേ കുറേ ഇങ്ങനെ ചട്ടി ഉണ്ടാക്കുന്ന തൊഴിലാളികളുടെ അടുത്ത് നിന്ന് ബൾക്കായിട്ട് ചട്ടി മേടിച്ച് അങ്ങനെയൊക്കെ ചെയ്തു. നമുക്ക് നിധി പൊറോട്ട ഉണ്ടാക്കാനും ചട്ടിച്ചോറ്, കലം ബിരിയാണി അതിനെല്ലാം ബൾക്കായിട്ട് വാങ്ങിക്കുന്നു. ഒരു 5-6 കുടുംബങ്ങൾ അവർക്ക് സഹായമായി അല്ലേ? സ്ഥിരമായിട്ട് ഇപ്പോഴും അവരുടെ തന്നെ. ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ വന്നിട്ട് ചട്ടിയൊന്നും ഉള്ള വീട് അപൂർവമാണ്, സിറ്റി നഗരപ്രദേശങ്ങൾ. അപ്പോൾ ഇത് വാങ്ങിക്കുന്നതിന് ഈ ചട്ടി കിട്ടുന്നുണ്ട്. അവരതിൽ മീൻകറി വയ്ക്കാം, അവിയൽ വയ്ക്കാം, എന്തുവേണം വയ്ക്കാം ചട്ടിയിൽ. കുറേ പാവങ്ങൾക്കൊരു സഹായമാണ് കേട്ടോ ചേട്ടൻ. വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇപ്പം നമ്മൾ പൈസ ഇല്ലാത്ത ആരെങ്കിലുമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കും. ജെനുവിനായിട്ട് പൈസ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, വെറുതെ പൈസ ഇല്ല നുണ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ തരുമെന്നില്ല കേട്ടോ. ജെനുവിനായിട്ടുള്ളതാണെങ്കിൽ 3 നേരം ഭക്ഷണം കൊടുക്കും. 3 നേരം ചേട്ടൻ ഭക്ഷണം കൊടുക്കും, ജോലി കൊടുക്കും. അത് വേറൊരു കാര്യമാണ്. ഇവിടെ ഒരുപാട് പേർക്ക് ഈ കോവിഡിന്റെ സമയത്ത് ജോലി ഇല്ലാതെ കഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുണ്ട്. അവർക്ക് ഒരുപാട് പേർക്ക് ചേട്ടൻ ഇവിടെ ജോലി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ ഹോം ഡെലിവറി എന്ന് പറഞ്ഞിട്ട് കേരളം ഒട്ടാകെയുള്ള പല ജില്ലകളിലും ഫുഡ് എത്തിക്കുന്നുണ്ട്. ആ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക്, ഇവിടെയുള്ള ജോലിക്കാർ, അങ്ങനെ ഒത്തിരി ആളുകൾ. എത്ര പേരുണ്ട് ചേട്ടാ ഇവിടെ? ഇവിടെ ഇപ്പോൾ ഈ കോവിഡ് സമയത്ത് 28 പേര് പുതിയതായിട്ടുണ്ട്. 28 പേര് പുതിയതായിട്ട്. നിധി പൊറോട്ടയിൽ 5 പൊറോട്ട വരുന്നു, മനസ്സിലായി. അപ്പോൾ പൊറോട്ട മേഖലയിൽ 5 പേരെ കൂട്ടി, എങ്കിലും ഇത്രയും പൊറോട്ട ക്വാണ്ടിറ്റി നമുക്ക് അടിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുപോലെ ചട്ടി എല്ലാ ദിവസവും ലോഡ് വരും, നല്ല ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നുണ്ട്. ചെറിയ ലാഭം എടുത്താണ് കൊടുക്കുന്നത്. നമ്മളിവിടെ ലാഭമല്ല നോക്കുന്നത്, കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ 100%. ഇങ്ങനെയുള്ള ആളുകൾ ഭയങ്കര കുറവാണ് കേട്ടോ. അതിനുള്ളതുണ്ട്, നല്ല ടേസ്റ്റുള്ള ഫുഡ്. ചട്ടിച്ചോറിന് രാത്രി 10 മണി വരെ കേടാവുന്നത്, ഒരു ദിവസം ഫുള്ളിരിക്കും. ഇത് ഗൾഫിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്, ഇവിടെ പാക്ക് ചെയ്ത്. പ്രവാസികൾ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും പാഴ്സൽ വരുമ്പോൾ ഇത് കൊടുത്ത് 5 ചട്ടിയോ അല്ലെങ്കിൽ നിധി കൊടുത്തു വിടും. എന്നിട്ട് നമ്മുടെ ഫേസ്ബുക്കില്ലേ അതിൽ പോസ്റ്റ് ഇടും. ഇതുപോലെ ഇന്ന എയർപോർട്ടിൽ 2-ാം നമ്പർ ടെർമിനലിൽ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, പ്രവാസി കൂട്ടുകാരൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് അതൊന്ന് കളക്ട് ചെയ്യാം. അപ്പോൾ 5 പ്രവാസികൾ വന്ന് അത് മേടിച്ചിട്ടുണ്ട്. 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാനിവിടെ സ്ഥിരമായിട്ട് വരുന്നത്. ഒന്നാമത്തെ കാരണം ഇവിടുത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റാണ്. രണ്ടാമത്തെ കാരണം ചേട്ടൻ നല്ല മനസ്സുള്ളൊരു മനുഷ്യനാണ്. അത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഒരു സ്റ്റോറി കണ്ടിട്ടാണ് ചേട്ടൻ നമ്മൾ ആദ്യമായിട്ട് വിളിക്കുന്നത്. അഭിജിത്തിൻ്റെ സ്റ്റോറി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അഭിജിത്തിൻ്റെ അമ്മമ്മയ്ക്ക് ഇവിടെ ഒരു ജോലി കൊടുത്തു. അതായത് അമ്മമ്മയ്ക്ക് എത്ര നാൾ നിൽക്കണോ അത്രയും നാൾ ഇവിടെ ജോലി ചെയ്യാം. 3 നേരം ഭക്ഷണം കൊടുക്കും. അതുമല്ല, അഭിജിത്തിന് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാണോ, അഭിജിത്തിന് ഒരു കിറ്റായിട്ടൊന്നും നമ്മൾ കൊടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ അഭിജിത്തിന് 5000 രൂപയുടെ കിറ്റ് ചേട്ടനാണ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാരണം കൊണ്ടാണ് എനിക്കിവിടെ വരാൻ എപ്പോഴും തോന്നുന്നത്. ആൻഡ് ഭയങ്കര ടേസ്റ്റുള്ള ഫുഡുമാണ്. വേറൊരു കാര്യം, എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു കാര്യം, ചേട്ടൻ എല്ലാ ദിവസവും RCCയിൽ ഫുഡ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. RCCയിലല്ല, കേരളത്തിലെ എല്ലാ ജില്ലയിലും ഞാൻ ഡയറക്റ്റായിട്ട് പോയി ഫുഡ് കൊടുക്കും. മനസ്സിലായി. ഇപ്പോൾ RCCയിലാണ്. RCCയിൽ എന്ന് പറഞ്ഞാൽ സ്ഥിരം ഈ നമ്മുടെ എല്ലാ ജില്ലയിലുള്ള ആൾക്കാരും RCCയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ അവിടെ വിശക്കുന്നവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി. അപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരും സഹായിക്കുന്നുണ്ട്. എൻ്റെ കണക്കായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്, എല്ലാ ദിവസവും കൊടുക്കും. ഇത് എടുത്ത് കഴിക്കും, ഞാനത് കഴിക്കും. ചേട്ടൻ കഴിച്ചു, ഒരു കുഴപ്പമില്ല. എന്നെ കൊണ്ട് മൊത്തമൊന്നും തിന്നാൻ പറ്റത്തില്ല. നമുക്ക് ഇത് ഒരു പിടിയുള്ളതാ. എൻ്റെ പൊന്നു സമ്മതിച്ചിട്ടു. മനോജ് ചേട്ടൻ ഇപ്പോൾ നമ്മുടെ സുപ്രഭാതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ ഇനി നമ്മുടെ കൂടെ വരും. ഞങ്ങൾ വീട്ടിലേക്ക് ഇടയ്ക്ക് വരണം കേട്ടോ. സാധാരണ നമ്മൾ ഹോം ഡെലിവറി എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ എന്നാണ് ചിന്തിക്കാറുള്ളത്. പക്ഷേ ഈ ഹോം ഡെലിവറി പോകാൻ പോകുന്നത് എവിടേക്കാണെന്ന് അറിയോ? എവിടേക്കാ ചേട്ടാ? പെരുമ്പാവൂരാണ് പോകുന്നത്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് പെരുമ്പാവൂർ വരെ 3 ജില്ല കടന്നിട്ടാണ് പോകാൻ പോകുന്നത്. സാധാരണ ഇത്ര ദൂരം ഹോം ഡെലിവറി വരാറുണ്ട്. ലോക്ക്ഡൌൺ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം തുടങ്ങിയത്. ലോക്ക്ഡൌൺ വന്നതിന് ശേഷമാണ് ഇത്ര ദൂരം പോകാൻ തുടങ്ങിയത്. തൃശ്ശൂർ വരെയാണ് പോയിട്ടുള്ളത്. ഇത് പോകാൻ പോകുന്നത് പെരുമ്പാവൂർക്കാണ്. എല്ലാ ജില്ലയും എറണാകുളം, തൃശ്ശൂർ, ഇവിടെ പത്തനംതിട്ട ഇതെല്ലാം കഴിഞ്ഞ് ഇതിപ്പോൾ ഫസ്റ്റ് ഡെലിവറി വന്നിട്ട് ഇന്ന് പോകുന്ന പെരുമ്പാവൂർ. ഇതിപ്പോൾ എന്താ കുറേ സ്ഥലത്തേക്കുള്ള സാധനമാണോ? പല പല വീടുകളിലേക്ക് ഓർഡർ എടുത്തിട്ട് ഒരു പോയിന്റിൽ പോയിട്ട് അപ്പോൾ ഓരോ ജില്ലകളിലും കൊടുത്താണ് പോകുന്നത്. ശരി. ഇതെങ്ങനെയാ ഇത് പാക്കിംഗ് ഒക്കെ? ഇതെല്ലാം പാക്കിംഗ് വന്നിട്ട് ഒരു 5-6 മണിക്കൂർ ചൂട് നിൽക്കും. ചട്ടിയിലാണ് വരുന്നത്. ചട്ടിക്കകത്താണ് പാക്ക് ചെയ്ത് വെക്കുന്നത്. കാണുമ്പോ പറയാവോ കരളിലെ അനുരാഗം നീ ഒരു കുറിയൻ കാറ്റേ.
ഇതെന്ത് ബോറ് പാട്ടാണ്. വേറെ നല്ല പാട്ടൊക്കെ ഉണ്ടല്ലോ, ലൈക്ക് മല്ലല മാസമാ మంజుల హాసమా ప్రతిమలుపులోన ఎదరువనిన వన్నల వనమా విరిసిన పింజమా విరుల ప్రపంచమా ఎన్నెన్నెవన్నె చిన్నెలంటే ఎన్నలవసమా. ഇതേത് പാട്ടമ്മ? ഇത് തെലുഗു, പ്യൂർ തെലുഗു. വന്ന് തെലുങ്കിലൊക്കെ ആയി. അതായത് അല്ലൂർജിന്റെ പാട്ടൊക്കെയാണ്. അല്ലൂർജിന്റെ പാട്ട് ഞങ്ങൾ മലയാളികൾക്ക് മലയാളത്തിൽ കേൾക്കാനാണ് ഇഷ്ടം. കേട്ടിട്ടില്ലേ? പോയേ പോയേ ലവർ പോയേ പോരേ പോകട്ടെ. അതെ, മലയാളത്തിൽ എല്ലാവർക്കും പാടാൻ പറ്റും. ധൈര്യം ഉണ്ടെങ്കിൽ വേറെ ഭാഷ പാടി കേൾപ്പിക്കും. എനിക്ക് ധൈര്യത്തിന് കുറവൊന്നുമില്ല, പക്ഷെ എന്നെയൊക്കെ ധൈര്യമുള്ള ഒരാളുണ്ട്, വേണമെങ്കിൽ പുള്ളിനെ വിളിക്കാം. എനിക്ക് ഇവിടെ മാത്രമല്ല, അങ്ങ് കൊടകിലുണ്ട് പിടി. ആ മിസ്റ്റർ രാജേന്ദ്ര കരിക്ക്, ഒന്ന് ഇവിടം വരെ ഒന്ന് വന്നേ, ചെറിയൊരു ആവശ്യമുണ്ട്. പ്ലീസ് ഇരിക്കൂ. നമസ്കാരം. ഇരുന്നു. ധൈര്യമായിട്ടിരുന്നു, ആ കൊച്ചൊന്നും ചെയ്യില്ല. രാജേന്ദ്രന് ചെറിയ പേടി പോലെ. ഇത് രാജേന്ദ്ര കരിക്ക് കൊടകിൽ നിന്നാണ്. 5 ഭാഷയിലെ പാട്ട് പാടും. ധൈര്യം ഉണ്ടെങ്കിൽ പാടി പാടി തോൽപ്പിക്കും. ആഹാ, 5 ഭാഷയൊക്കെ പാടും. ഏതൊക്കെ ഭാഷയിലാണ് പാടുന്നത്? കന്നഡ, മലയാളം, തമിഴ്, ഹിന്ദി, കൊടക്, തുളു. കൊടകിലും പാട്ടൊക്കെ ഉണ്ടല്ലേ? എന്താ കൊടകില് പാട്ട് പാടാറില്ല? ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും രാജേന്ദ്രന്റെ വിശേഷങ്ങളൊക്കെ ആദ്യം ഒന്ന് ചോദിച്ചറിയാം, എന്നിട്ട് പയ്യെ പയ്യെ രാജേന്ദ്രന്റെ കഴിവുകളിലേക്ക് കിടക്കാം, അല്ലേ? കൊടക് ശരിക്കും കർണാടകയാണല്ലോ. കർണാടക. മലയാളിയാണോ കർണാടകക്കാരനാണോ? ഞാന് കർണാടകത്തിലാന്നല്ല ജനിച്ചതും വളർന്നതും ശരിക്കും കന്നഡയാണ്. കന്നഡ. ഓക്കെ. അതിർത്തി ആയതുകൊണ്ട് മലയാളം കുറച്ച്. ഈ പറയുന്നത് മലയാളം തന്നെയല്ലേ? അതാണ് ഞാൻ ഇതല്ലല്ലോ ഇത്. ഓക്കെ, അപ്പം മലയാളം ഇപ്പം പഠിച്ചതാണോ അതോ? പഠിച്ചതെല്ലാം കന്നഡയാണ്. ഓക്കെ. അതിർത്തി ആയതുകൊണ്ട് മലയാളം സംസാരിക്കുന്നത്. ഓക്കെ. അവിടെ ശരിക്കും 2 ലാംഗ്വേജും നന്നായി ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ, അതിർത്തി ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് രാജേന്ദ്രന് മലയാളവും വഴങ്ങും, കന്നഡയും വഴങ്ങും, കൂടാതെ ഒരു 4 ഭാഷയും കൂടി ആൾ പഠിച്ചു. ഈ ഭാഷയിലൊക്കെ സംസാരിക്കുവോ അതോ പാട്ട് മാത്രമേ ഉള്ളൂ? സംസാരിക്കും. ഹിന്ദി, മറാഠി, പിന്നെ തമിഴ്, കന്നഡ, തുളു സംസാരിക്കും. മുझे ഹിന്ദി മാലൂം നഹി. കൊച്ചിന്റെ അടുത്ത് 2 വർത്തമാനം പറയേണ്ടതുകൊണ്ടാണ്. എന്താ പറഞ്ഞ? മുझे ഹിന്ദി മാലൂം നഹി. എനിക്കറിയാൻ പാടില്ല ഹിന്ദി, സോറി. അപ്പം മലയാളം പഠിച്ചെടുത്താണെന്ന് പറഞ്ഞു. അപ്പം മലയാളത്തിലൊരു പാട്ട് പാടുമോ? ആദ്യം മലയാളം പാട്ട് തന്നെയാവും. അപ്പോ ശരിക്കും ഒരു കന്നഡക്കാരനാണ്. കന്നഡക്കാരൻ മണിച്ചേട്ടന്റെ പാട്ടാണ് പാടാൻ പോകുന്നത്. നല്ല പച്ച മലയാളത്തിൽ നമ്മുടെ ഒരു നാടൻ പാട്ട് പാടാൻ പോവാണ്. അതൊരു വലിയ പ്രത്യേകത തന്നെയാണ്. നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ?
കുമാരൻ അടുപ്പത്തേക്കൊന്നു നോക്കി വെള്ളമിരക്കേട്ടി ജാനും ഞാനൊന്ന് കുളിച്ചിടട്ടെ എഴുതിയിട്ട് പൊട്ടു കുത്തിയിട്ട് പുള്ളി കുത്തിയിട്ട് ദൈവ കണ്ണാടി നോക്കാം ബൈക്കുച്ചാണ്ട് പാണങ്കത്തണുമാ വഴന പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ. സൂപ്പർ അടിപൊളി. ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം ഒരു കർണാടകക്കാരനാണ്, ബേസിക്കലി കർണാടകത്തിൽ ജനിച്ചു പറഞ്ഞ മലയാളി അല്ല. അപ്പോ മണിച്ചേട്ടന്റെ പാട്ട് ഇത്രയും മനോഹരമായിട്ട് ചെറുതായിട്ട് മണിച്ചേട്ടന്റെ വോയിസും മോഡുലേഷനൊക്കെ അതുപോലെ ഉണ്ടായിരുന്നു. എങ്ങനെയത് പഠിച്ചെടുത്തത്? മലയാളം കന്നഡികയാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പം മലയാളം പഠിക്കാനായിട്ട് എങ്ങനെയായിരുന്നു പറ്റിയത്? ടഫായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? മണിച്ചേട്ടന്റെ പാട്ടുകൾ കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ മണിച്ചേട്ടന്റെ പാട്ടുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കി. ശരിക്കും നിങ്ങളുടെ സ്കൂളിംഗിൽ കർണാടക ഇപ്പൊ ഞങ്ങൾ മലയാളം പഠിക്കുന്ന പോലെ അവിടെ കന്നഡ പഠിക്കാനുണ്ടോ? അതല്ലാതെ വേറെ ഭാഷ പഠിക്കാനുള്ള ഭാഷകൾ ഏതൊക്കെ? ഇംഗ്ലീഷും ഹിന്ദിയും? ഇംഗ്ലീഷ് ഹിന്ദി ഒന്നുമില്ല. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു ഭാഷ പഠിക്കണം എന്ന് തോന്നാനുള്ള കാരണം? പാട്ടിനോടുള്ള ഇഷ്ടമാണോ അതോ ഭാഷ? പാട്ടിനോടുള്ള ഇഷ്ടമാണ്. എല്ലാ പാട്ടുകളും ഇഷ്ടപ്പെടുന്നു. ഈ പഠിച്ച ഭാഷകളിലെ ഏറ്റവും ടഫ് ഏതായിരുന്നു? കറക്റ്റ് ആ ഒരു സ്ലാങ് കിട്ടാനും പഠിച്ചെടുക്കാനും ഏറ്റവും ടഫ് ഏതായിരുന്നു? ടഫ് കുറച്ച് പറഞ്ഞാല് ഹിന്ദി കുറച്ച് ടഫായിരുന്നു. ഓക്കെ, കുറച്ച് സമയം എടുത്തു പഠിക്കാനായിട്ട്. മലയാളം എളുപ്പമായിരുന്നു. പൊതുവേ മലയാളം പഠിക്കാൻ പാടുന്നാണ് എല്ലാവരും പറയാറ്, ഉച്ചരിക്കാൻ. കാരണം അക്ഷരങ്ങൾ നമുക്ക് പല പല സ്ലാങ്ങിലും പാട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വ്യത്യാസത്തില് എങ്ങനെയത് ഭയങ്കര പാടല്ലേ പഠിക്കാനായിട്ട്? മലയാളം എന്ന് പറഞ്ഞാൽ ഞാൻ അതിർത്തിയിലാണ് താമസിക്കുന്നത്. കാസർഗോഡ് കൊടകിന്റെ അതിർത്തിയിൽ കരിക്ക എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ അതിർത്തിയാണ്. ഒരു 8 കിലോമീറ്ററിന്റെ ഡിഫറൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് മലയാളം കേട്ട് വളർന്നതുകൊണ്ടാണ് മലയാളം പഠിക്കാൻ എളുപ്പമായതല്ലേ? ഈ മറാഠിയിലേക്കൊക്കെ എങ്ങനെ പോയി? മറാഠി മഹാരാഷ്ട്രയിൽ കുറച്ച് സമയം ജോലി ചെയ്തു. ആണോ? അപ്പൊ അവിടുത്തെ മറാഠി കുറച്ച് പഠിച്ചു. ഇനി ഏത് ഭാഷയിലെ പാട്ടാണ് പാടുന്നത്? ഇനി ഒരു കന്നഡ. സ്വന്തം പാട്ട് പാടിക്കോട്ടെ പ്ലീസ്. രാജ്കുമാർ പാടിയൊരു പാട്ടാണ്. ഓക്കെ, ശരി, ആയിക്കോട്ടെ. ബാജു നാന തകതകത നാന തകതകത നാന തകതകത ഹേ ഹേ ಹುಟ್ಟಿದರೆ ಕನ್ನಡ ನಾಡಲಿಟ್ಟಬೇಕು, ಮೆಟ್ಟಿದರೆ ಕನ್ನಡ ಬಣ್ಣ ಮೆಟ್ಟಬೇಕು. ಬದುಕಿದು ಜಟಕ ಬಂಡಿ, ಇದು ವಿಧಿಯೋಡಿಸುವ ಬಂಡಿ. ಬದುಕಿದು ಜಟಕ ಬಂಡಿ, ವಿಧಿ ಅಲೆದಾಡಿಸುವ ಬಂಡಿ. ಹುಟ್ಟಿದರೆ ಕನ್ನಡ ನಾಡಲಿಟ್ಟಬೇಕು, ಮೆಟ್ಟಿದರೆ ಕನ್ನಡ ಬಣ್ಣ ಮೆಟ್ಟಬೇಕು. ಕಾಶಿಯಲ್ಲಿ ಸ್ನಾನ ಮಾಡು, ಕಾಶ್ಮೀರ ಸುತ್ತಿ ನೋಡು, ಜೋಗದ ಗುಂಡಿ ಒಡೆಯ ನಾನೆಂದು ಕೂಗಿ ಹಾಡು. ಅಜಂತ ಎಲ್ಲೋರದ ಬಾಳಲ್ಲಿ ಬೊಮ್ಮೆ ನೋಡು, ಬಾದಾಮಿ ಹೈಹೊಳೆಯ ಚಂದನ ತೂಕ ಮಾಡು. ಕಲಿಯೋಕೆ ಕೋಟಿ ಭಾಷೆ, ಹಾಡೋಕೆ ಒಂದೇ ಭಾಷೆ ಕನ್ನಡ. ಕನ್ನಡ ಕಸ್ತೂರಿ ಕನ್ನಡ. ಹುಟ್ಟಿದರೆ ಕನ್ನಡ ನಾಡಲಿಟ್ಟಬೇಕು, ಮೆಟ್ಟಿದರೆ ಕನ್ನಡ ಬಣ್ಣ ಮೆಟ್ಟಬೇಕು. ಬದುಕಿದು ಜಟಕ ಬಂಡಿ, ಇದು ವಿಧಿಯೋಡಿಸುವ ಬಂಡಿ. ಬದುಕಿದು ಜಟಕ ಬಂಡಿ, വിധി ഗുരി തോരിസുവ വണ്ടി. ശരിക്കൊരു ഒപ്പനപ്പാട്ടൊക്കെ പോലല്ലേ, പഴയ ഒപ്പനപ്പാട്ടിന്റെ ഒരു ഫീൽ ഉണ്ട്, ഭയങ്കര ബീറ്റൊക്കെ ആയിട്ട്. അപ്പം ഈ പാട്ടൊക്കെ പണ്ടത്തെ പാട്ടാണോ? ഞാൻ കേട്ടില്ല ഈ പാട്ട്. ഇത് ഡോക്ടർ രാജ്കുമാർ പാടിയ പാട്ടാണ്. ഓക്കെ, ഇതിന്റെ ഇടയിൽ കന്നഡ എന്ന് പറയുന്നത് കേട്ടോ, അത് മാത്രമാണ് അതെ അതെ അതെ. എന്തായാലും എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ ഇങ്ങനെ അതിർത്തി പ്രദേശങ്ങളായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് 3-4 ഭാഷയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ. കാരണം അവർക്കത് സ്വാഭാവികമായിട്ടും പറ്റും, കാരണം അതിർത്തിയിൽ കിടക്കുന്നത് കൊണ്ട്. ഈ പാട്ട് ആയിട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. നമ്മളിതിങ്ങനെ കേട്ട് പഠിച്ചു, അതിനകത്ത് ഓരോരോ ഭാഷ പഠിച്ചു അല്ലെ? സ്വന്തം കുടകെന്നല്ല പറഞ്ഞേ, നമുക്ക് കുടക് ഭാഷയിൽ ഒരു 2 വരി ജസ്റ്റ് ഒന്ന് പാടാമോ ഏതെങ്കിലും?
ಕುಂದುಲುಂಡು ಕೇಮ ಬಂದು ಬೊಟ್ಟಾಕರ ಚೋಮಗಿದ್ದು ಕಾಡರ ಚಿತಗೆನ ಬಂದಿರುತ್ತೋ ತೊಟ ತೋಕು ಮೇಟಿಯುಂಡು ಕಟ್ಟಿ ಚಾಕು ಊಟಿಯುಂಡು ആളുന കൂടി കാട് പത്തരത്തോ. ഭയങ്കര രസമല്ലേ കേൾക്കാനായിട്ട്? അതെ, ആക്ച്വലി ഇതും കന്നഡയൊക്കെ ഓൾമോസ്റ്റ് സെയിം അല്ല, മിക്സ് മലയാളം അല്ലേ, മിക്സ് തന്നെയാണ് കുടക് ഭാഷ എന്ന് പറഞ്ഞു വരുന്നത്. എന്തായാലും രാജേന്ദ്ര കരിക്കയെ പരിചയപ്പെട്ടതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നല്ല രസമായിട്ട് പാടി. ഏറ്റവും സന്തോഷം ആള് മണിച്ചേട്ടന്റെ പാട്ട്. അതെ അതെ അതെ, നമ്മുടെ സ്വന്തം മണിച്ചേട്ടന്റെ പാട്ടാണ്. ഒരു കന്നഡ ആളായിരുന്നിട്ട് കൂടി മണിച്ചേട്ടന്റെ പാട്ട് പാടി നമ്മൾ തുടങ്ങിയത്. നമുക്ക് ഇനി ഒരു തമിഴ് പാട്ട് കൂടി പാടാം അല്ലേ? തമിഴ് പാട്ട് കൂടി പാടിയിട്ട് നമുക്ക് തൽക്കാലം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അവസാനിപ്പിക്കുന്ന സമയമായിരിക്കുകയാണ്. തമിഴ് പാട്ടിലേക്ക് കയറിയാലോ? ഒപ്പം രാജേന്ദ്രന്റെ കരിക്ക് നാട്ടിലുള്ള എല്ലാവർക്കും ഒരു ആശംസയും അല്ലേ? കരിക്കി അല്ലേ? കരിക്കി. ഓക്കെ, ശരി ശരി. എന്നാ നമുക്ക് തമിഴ് പാട്ടിലേക്ക് കന്നിമൂല ഗണപതി ഭഗവാനേ ശരണം, കന്ദനേ ശിങ്കാരവേളനേ ശരണം, അന്നൈ മാളികപ്പുറത്തമ്മ ദേവിയേ ശരണം, ഹരിഹരസുതൻ അയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. മാമലൈ ശബരിയിലെ മണികണ്ഠൻ സന്നിധാനം, മാമലൈ ശബരിയിലെ മണികണ്ഠൻ സന്നിധാനം, മാവരും ഭക്തர்களுം വണങ്ങിടും സന്നിധാനം, ഉമകൾ കുടികൊണ്ട് കുറവീറ്റും സന്നിധാനം, ഉമകൾ മൈതനെ പുണ്യം സന്നിധാനം, മാമലൈ ശബരിയിലെ മണികണ്ഠൻ സന്നിധാനം. പതിനെട്ട് പടി മീത് വിളങ്ങിടും സന്നിധാനം, 18 പടി മീത് വിളങ്ങിടും സന്നിധാനം, വിധിയെയും മാറ്റിവെക്കും വീരനിൻ സന്നിധാനം, കവലയെ പോക്കിടും ഗണപതി സന്നിധാനം, കവലയെ പോക്കിടും ഗണപതി സന്നിധാനം, കവനിയെല്ലാം കാക്കും അയ്യപ്പൻ സന്നിധാനം, മാമലൈ ശബരിയിലെ മണികണ്ഠൻ സന്നിധാനം. നാഗരിൻ സന്നിധാനം, വാവരിൻ സന്നിധാനം, നാഗരിൻ സന്നിധാനം, വാവരിൻ സന്നിധാനം, നാടെല്ലാം നമയെன்றும் கட்டிப்பாட்டும் சன்னிதானம், மாளிகை புறத்தம்மனின் மணந்தவர் சன்னிதானம், மாளிகை புறத்தம்மனின் மணந்தவர் சன்னிதானம், நாளெல்லாம் நம்பிக்கை ஒளி வீட்டும் சன்னிதானம், நாடெல்லாம் நம்பிக்கை ஒளி வீட்டும் சன்னிதானம், மாமலை ശബരിയിലെ മണികണ്ഠൻ സന്നിധാനം, മാവരും ഭക്തர்களுം വണങ്ങിടും സന്നിധാനം, സന്നിധാനം അയ്യപ്പൻ സന്നിധാനം, സന്നിധാനം അയ്യപ്പൻ സന്നിധാനം, സന്നിധാനം അയ്യപ്പൻ സന്നിധാനം.